ഇച്ഛയാലാണ്, അള്ളാഹുവിന്റെ ഇച്ഛ പ്രകാരമാകുന്നു, അള്ളാഹുവിന്റെ ഉദ്ദേശ്യപ്രകാരമാകുന്നു. അള്ളാഹു ഉദ്ദേശിക്കും പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നടക്കൂല, അള്ളാഹു ഉദ്ദേശിച്ചതേ നടക്കുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. പിന്നെ ഒരു മനുഷ്യന് അള്ളാഹുവിനോട് പരാതി ഉണ്ടാവില്ല. ഇന്നലെ റളീനാ ബില്ലാഹി റബ്ബാ എന്ന് പറഞ്ഞതിൽ വിശദീകരിച്ച പ്രതിഷേധ സ്വരങ്ങളുടെ നീണ്ട പരമ്പര മുഴുവനും അവസാനിക്കും. അൽ ഖൈറു വശർറു ബിമശിയത്തില്ലാഹ്. ഗുണവും ദോഷവും അള്ളാഹുവിന്റെ ഇച്ഛ പ്രകാരമാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇച്ഛിക്കുന്നത് പോലെയാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. ഒരടിമക്ക് രോഗം ബാധിച്ചാൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ മരിളൽ അബ്ദു, ഒരടിമക്ക് രോഗം ബാധിക്കുമ്പോൾ ബഅസല്ലാഹു ലഹു മലക്കൈൻ, അല്ലാഹു തആല അയാളിലേക്ക് 2 മലക്കുകളെ പറഞ്ഞയക്കും. എന്നിട്ട് അല്ലാഹു പറയും, നിങ്ങളൊന്ന് നോക്ക്, തലക്കമ്പുറത്തും കാൽക്കലും അവിടെ ഇരുന്നോ. എന്നിട്ട് രോഗിയായി കിടക്കുന്ന അയാളെ സന്ദർശിക്കാൻ വരുന്ന അയൽക്കാരോടും കൂട്ടുകാരോടും ബന്ധുക്കളോടും അയാൾ എന്താ പറയുന്നതെന്ന് നോക്ക്. മാദാ യഖൂലു ലിഉവാദിഹി, അയാളുടെ വിസിറ്റേഴ്സിനോട്, സന്ദർശകരോട് അയാൾ കൊടുക്കുന്ന മൊഴി നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അങ്ങനെ ഫഇൻ ഹുവ ഇദാ ജാഅഹു ഹമിദല്ലാഹ തആല വഅസ്നാ അലൈഹി റഫഅ ദാലിക ഇലല്ലാഹ്. സന്ദർശകരൊക്കെ വരുമ്പോ എന്തൊക്കെ ആചാര്യ വർത്താനം ചോദിക്കുമ്പോ എന്താന്നറിയില്ല, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, എന്താന്നറിയില്ല, ഒരു സുഖമില്ല മൂല്യാരെ, ഇതൊന്നും ഇപ്പൊ സുഖാണ് മട്ടുമില്ല, അള്ളാഹു എന്താ മുട്ടിനെ കൊണ്ട് കണ്ടുവെന്നും അറിയില്ല. ഈ ശൈലി സ്വീകരിച്ചാൽ അപകടം ചെയ്യും. അതേ സമയത്തോ ഇയാൾ എന്താ പറയുന്നത്, ഉസ്താദേ ഒരു കൈയല്ലേ കുഴഞ്ഞിട്ടുള്ളൂ, ഇക്കയ്യിനൊരു കുഴപ്പമില്ലല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു സുഹൃത്ത് 2 കൈയും പോയ ആള് പറഞ്ഞു, ഉസ്താദേ 2 കാലല്ല ബാക്കിയാക്കിയിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. ഇങ്ങനെയാണോ ഇയാളുടെ പ്രതികരണം എങ്കിൽ ഈ മലക്ക് വരുമ്പോ, ഈ മലക്ക് ഇവന്റെ അടുത്ത് വരുമ്പോൾ അല്ലാഹുവിനെ ഹംദ് ചെയ്യുന്നതാ കേൾക്കാനുള്ളതെങ്കിൽ ആ വിഷയം, ആ വിവരം അള്ളാഹുവിലേക്ക് അവരെത്തിക്കുന്നു. പടച്ചോൻ എങ്ങനെയാണ് നിന്റെ അടിമ പറയുന്നത്, അള്ളാഹ്ക്ക് ഇവരെത്തിച്ചിട്ട് വേണ്ട, അതിന്റെ മുമ്പ് തന്നെ അറിയും. എന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരോട് ചോദിച്ചു എന്ന് മാത്രം, ഇവരെ ഏൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് പറഞ്ഞു, ഉടനെ തന്നെ പറഞ്ഞു, എന്റെ അടിമ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്ര വലിയ പരീക്ഷണം ഞാൻ നൽകിയിട്ടും എന്റെ അടിമ എന്നോട് നന്ദിയാണല്ലേ പറയുന്നത്, എനിക്ക് അൽഹംദുലില്ലാഹ് പറഞ്ഞതല്ലേ, അൽഹംദുലില്ലാഹ് ഇത്രയല്ലേ അല്ലാഹു എന്നെ കൊണ്ട് ചെയ്തുള്ളൂ, എന്നേക്കാൾ മോശപ്പെട്ടവരെത്ര പേരുണ്ട് എന്നാണ് ഇയാൾ ചോദിച്ചതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ, ലി അബ്ദി അലയ്യ ഇൻ തവഫൈതുഹു അൻ ഉദ്ഖിലഹുൽ ജന്ന വ ഇൻ ശഫൈതുഹു അൻ ഉബദ്ദിലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മി വ ദമൻ ഖൈറൻ മിൻ ദമി വ അൻ ഉകഫിറ അൻഹു സയ്യിആതിഹി. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, എന്തേ നാലേ ലി അബ്ദി അലൈ, എന്റെ അടിമക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു പറയാൻ, എന്റെ അടിമക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ അയാളെ ഈ രോഗത്തിൽ മരിപ്പിക്കുകയാണെങ്കിൽ അയാളെ സ്വർഗത്തിൽ കടത്തും. അത് ഞാൻ ഏറ്റെടുത്ത, അള്ളൊരു കാര്യം ഏറ്റെടുത്താൽ അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും പറയുന്നതാ. ഇന്നു ഇശാക്ക് ബാങ്ക് കൊടുത്ത് ദ്വാരക്കുമ്പോ നമ്മൾ പറഞ്ഞാ, പടച്ചോനെ നീ ഓഫർ ലംഘിക്കാത്തവനാണ്. ഓഫർ ലംഘിക്കാത്തത് പടച്ചോൻ മാത്രമാണ്. ഓഫർ ലംഘനങ്ങളുടെ നടുക്ക് മടുത്തു നിൽക്കാൻ നമ്മൾ ദുനിയാവിൽ. ഓഫർ ധാരാളം കിട്ടും, പക്ഷെ എല്ലാം ലംഘിക്കപ്പെടും. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓഫർ ലംഘിക്കാത്തവനാണ്. ലാ യുഖ്ലിഫുല്ലാഹു വഅദ, അല്ലാഹു നൽകിയ ഓഫർ ലംഘിക്കില്ല. വഅദല്ലാഹി ഹഖ്ഖ ലാ തബ്ദീല ലികലിമാത്തില്ലാ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു കൊടുത്ത തഫ്സീർ അതാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാ. അതിനൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത തഫ്സീർ ഐ ലാ തബ്ദീല ലിമവാഈദില്ലാ, അല്ലാഹുവിന്റെ ഓഫറുകൾക്ക് ലംഘനമില്ല. പറഞ്ഞതുപോലെയാണ്, ഒരു വാക്കാട് പറഞ്ഞാൽ പിന്നെ തിരുത്തൂല. ലാ തബ്ദീല ലികലിമാത്തില്ലാ, അല്ലാഹു പറഞ്ഞതുപോലെയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു. ആ മനുഷ്യനെ ഈ രോഗത്തിൽ മരിപ്പിക്കുകയാണെങ്കിൽ അയാളെ ഞാൻ സ്വർഗത്തിൽ കടത്തും. വൈൻ ശഫൈതുഹു, അയാളെ ഞാൻ സുഖപ്പെടുത്തുകയാണെങ്കിൽ അനുബദ്ദിലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി വദമൻ ഖൈറൻ മിൻ ദമിഹി, അയാളുടെ ശരീരം
നേരത്തെ ശരീരത്തിൽ നേരത്തെ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട മാംസം ഞാൻ അയാൾക്ക് നൽകും. നേരത്തെ ഉള്ളതിനേക്കാൾ അദ്ദേഹത്തിന്റെ ബ്ലഡ് അത് ഞാൻ ശുദ്ധീകരിക്കും. വദമൻ ഖൈറം മിൻ ദമിഹി, ചോര നന്നാക്കി കൊടുക്കും, മാംസം നന്നാക്കി കൊടുക്കും. ഞാൻ അയാളുടെ മുഴുവൻ പാപങ്ങളും അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും, അയാൾക്ക് മാപ്പാക്കി കൊടുക്കും. ഇനി ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇന്നലെ പറഞ്ഞത് ഏത്? ഇയാൾക്ക് ഈ രോഗായത് ഹൈറോ ഷറോ? ഹൈറാണ്. ഇയാൾക്ക് ഈ രോഗായത് ഹൈറാണ്. അപ്പോഴാണ് ഇയാൾ പറയാ റളീതു ബില്ലാഹി റബ്ബാ, പടച്ചോനെ നിന്നെ രക്ഷിതാവ്, ഒരാഴ്ച എന്നെ ടൈഫോയിഡായി കിടത്തിയ പടച്ചോനെ, നിന്നെ റബ്ബുൽ ആലമീനായി എന്റെ റബ്ബായിട്ട് ഞാൻ നിന്നെ പൊരുത്തപ്പെട്ടു അല്ലാഹ്. അതിന് ഇതൊക്കെ അങ്ങോട്ട് അറിയണം, അപ്പോഴേ പറയാൻ കഴിയുള്ളൂ. കാരണം എനിക്കിത് വഴി ഒരുപാട് ഉയർച്ചകൾ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കാൻ ഉയരുമ്പോഴേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ പറയാനും പറ്റുള്ളൂ. ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽ ഖൈറു വശ്ശർറു ബിമശിയത്തില്ലാഹ്. അപ്പോ ഖൈറും ഷർറും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. ഈ ഷർറ് എന്ന് പറഞ്ഞ നമ്മുടെ വീക്ഷണത്തിൽ ഷർറ് ഖൈറ് ഇതൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് ഉറപ്പിച്ച് കളയുന്നു. അൽ ഖൈറു വശ്ശർറു ബിമശിയത്തില്ലാഹ്. ഇനി ഇത് സംബന്ധമായി വേറെയും കുറെ ചർച്ചകൾ ചെയ്യാനുണ്ട്. തൽക്കാലം നമ്മളിപ്പോഴും ഒന്നാമത്തെ ദിക്റിലാ ഉള്ളത്. സമയം തീരാറുമായി. അതുകൊണ്ട് അടുത്ത ദിക്റിലേക്ക് മാറുന്നതിൽ ആർക്കും വിഷമം തോന്നണ്ട, കാരണം അങ്ങനെ നിർവാഹമുള്ളൂ. അതുകൊണ്ട് അടുത്ത ദിക്റിന്റെ ചർച്ചയിലേക്ക് നമുക്ക് കടന്നു വരാം. അടുത്ത ദിക്ർ അഥവാ 10ാമത്തെ ദിക്ർ, ആ ദിക്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണത്? ആമന്നാ ബില്ലാഹ് واليوم الآخر تبنا إلى الله باطنا وظاهر. آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر. آمنا بالله واليوم الآخر, അല്ലാഹുവിലും അന്ത്യനാളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹുവിലും അന്ത്യനാളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹുവിലും അന്ത്യനാളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഉറക്കെ പ്രഖ്യാപിക്കാൻ. എന്നിട്ട് തുബ്നാ ഇലല്ലാഹി ബാത്തിനം വലാഹിർ, അല്ലാഹുവിലേക്ക് ഞങ്ങള് രഹസ്യമായും പരസ്യമായും, പടച്ചവനെ പ്രത്യക്ഷത്തിലും പരോക്ഷമായും ഇതാ അല്ലാഹുവിലേക്ക് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയിരിക്കുന്നു. കൂട്ടായിട്ടിരുന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് പറയുന്നു, ഒക്കെ പറയാം. അപ്പോഴും ചൊല്ലേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ തുബ്നാ ഇലല്ലാഹി ബാത്തിനം വലാഹിർ. ആദ്യമായിട്ട് അല്ലാഹുവിനെ കൊണ്ടും യൗമുൽ ആഖിർ കൊണ്ടുമുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് ആദ്യം നടക്കുന്നത്. ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ. കാരണം ഈമാൻ കാര്യം, ആ ഈമാൻ കാര്യങ്ങളുടെ രണ്ടറ്റങ്ങൾ പറഞ്ഞിട്ട് ഈമാൻ കാര്യങ്ങൾ മുഴുവനും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് വന്നാൽ പിന്നെ ആ സന്ദേശം നമ്മളിലേക്ക് പ്രവാചകന്മാർ വഴി, പ്രവാചകന്മാരാ നമുക്ക് എത്തിച്ചു തന്നത്. ആ പ്രവാചകന്മാരുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള മധ്യവർത്തികളായ മാലാഖമാർ, അവരെ വിശ്വസിക്കേണ്ടത് ദീനിന്റെ അർക്കാനുൽ ഈമാനിന്റെ ഈമാൻ കാര്യത്തിന്റെ രണ്ടാം കാര്യമായിട്ട് വരും. എല്ലാം തുടങ്ങി പടച്ച റബ്ബ്, അവനെ വിശ്വസിക്കുന്നത് ഈമാൻ കാര്യത്തിന്റെ ഒന്നാമത്തെ ഘടകമാണ്. എങ്കിൽ നമ്മുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള മധ്യവർത്തികളായ മാലാഖമാർ, ആ മാലാഖമാർ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ വിഭാഗത്തിൽ നിന്ന് തെറ്റുപറ്റാത്ത മധ്യവർത്തികളായ അല്ലാഹു തെരഞ്ഞെടുത്ത അമ്പിയാക്കള്, അവരെ കൊണ്ട് വിശ്വസിക്കേണ്ടി വരും. എങ്കിൽ അവരിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് ഇറക്കിക്കൊടുത്തത് ഏടുകളിലൂടെയുമാണ്. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങള്, ദീനുൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ അല്ലാഹു കേൾപ്പിച്ചതെന്നതുകൊണ്ട് കുത്തുബുകളിൽ വിശ്വസിക്കേണ്ടി വരും, കിതാബുകളിൽ. ഇനിയോ ആ കിതാബുകളിൽ ഉള്ളതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അൽ യൗമുൽ ആഖിർ എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ഡേ ഉണ്ട് എന്നുള്ള നിലക്കാണ്. ഒരു അവസാന നാള്. ഇതൊക്കെ ദിവസങ്ങളാ നീങ്ങിപ്പോകുന്നത്. ഇനി ഒരു അവസാനത്തെ നാളുണ്ട്, അവസാനിക്കാത്ത അവസാന നാള്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം അവസാനിക്കുന്നില്ല.
ഒന്നിരിക്കൽ ഖൈർ അല്ലെങ്കിൽ ഷർർ. അല്ലാഹു നമ്മെ അസ്ഹാബുൽ ഖൈറിലെ അസ്ഹാബു യമീനിലെ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്ഹാബു ശിമാലിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമുക്ക് ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാക്കട്ടെ. ഇങ്ങനെ ഒരു നാൾ വരാനുണ്ട്, യൗമുൽ ആഖിർ. അപ്പൊ അതുകൊണ്ടും വിശ്വസിക്കണം. പിന്നീട് ഖൈറും ഷർറുമായ സർവ്വകാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണ്. ഖദർ ഖലായിലുള്ള വിശ്വാസം അതും നടക്കണം. അതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആണ് സംഗതി നടത്തുന്നത് എന്ന് വിശ്വസിക്കുക. ഈ ഖദർ ഖലാ എന്ന് പറഞ്ഞത് അത് ദുനിയാവിലേക്കും ബാധകമാണ്, ആഖിറത്തിലേക്കും ബാധകമാണ്. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് തുടങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, യൗമുൽ ആഖിറ അവിടെ അവസാനിക്കുന്ന ഈമാൻ കാര്യത്തിന്റെ അവസാനത്തെ ഭാഗം, ഇത് രണ്ടും പിടിച്ചിട്ട് അല്ലാഹുവിലും യൗമുൽ ആഖിറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു. ഖദറിനെ മുന്നോട്ടിടാനുള്ള കാരണം, പരിഗണനയിൽ അതിനെ മുന്നോട്ട് വെക്കാനുള്ള കാരണം, നമ്മൾ സാധാരണ ഹദീസൊക്കെ വായിക്കുമ്പോൾ ഖദർ അവസാനത്തിലാണെങ്കിലും മുന്നോട്ട് വെക്കാനുള്ള കാരണം അത് ദുനിയാവും കൂടെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ തൽക്കാലം മുന്നോട്ട് വെച്ച് രണ്ട് എൻഡുകൾ പറയാൻ നല്ലത്, ഒന്ന് ബില്ലാഹി, മറ്റൊന്ന് വൽ യൗമിൽ ആഖിർ. അതുകൊണ്ടാണ് ഖുർആൻ ഇതൊക്കെ ഖുർആന്റെ ആയത്തുകളിൽ വിശദീകരിച്ചിട്ട് തഫ്സീർ പറഞ്ഞെടുത്താണ് ഇത് കൂടുതൽ സുന്ദരമായിട്ട് പറഞ്ഞത്. എവിടെയാണത്? ഖുർആനിൽ തന്നെ കാണാം. എന്താണ്? അല്ലദീന വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഇങ്ങനെ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയത് കാണാം. വേറെ ഒരു ചർച്ചയുമില്ല. ആമന ബില്ലാഹി ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറയുന്നു. എന്നാലോ അത് പറയാൻ അല്ലാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഇങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷേ അവിടെ പേടിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞിട്ട് വമാ ഹും ബിമുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസം അതാ ഹൃദയത്തിൽ തട്ടാതെ കപടന്മാരായിട്ട് ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ അപകടമാണ്, കരുതണം. അവർ മുനാഫിക്കുകളാണ്, കപടന്മാരാണ്. ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. നല്ല ഈമാൻ വേണം. ഈമാനിൽ എവിടെയും അയത്തം വന്നു പോകാൻ പാടില്ല. ഇതാണ് ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നുള്ള ദിക്ർ ചൊല്ലുമ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ടത്. അല്ലാഹുവിനെ കൊണ്ട്, കിതാബുകളെ കൊണ്ട്, മലക്കുകളെ കൊണ്ട്, മുർസലീങ്ങളെ കൊണ്ട്, യൗമുൽ ആഖിർ കൊണ്ട്, ഖദർ ഖലാ കൊണ്ട് ഈ വിശ്വാസം മുഴുവനും തറവായിരിക്കണം. എവിടെ ഇളകി പോകരുത്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നിടത്ത് പ്രതിസന്ധികൾ, പല സ്ഥലത്തും വ്യതിയാനങ്ങൾ സംഭവിച്ചു പോകുക. അല്ലാഹുക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട് എന്ന് പറയാൻ തുടങ്ങുക. എന്നതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതകൾ അംഗീകരിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജുസുകളുടെ, അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരവോടെ നൽകിയിരിക്കുന്ന അവിടുത്തെ ശിരോരോമങ്ങളടക്കം, അവിടുത്തെ ശരീരത്തിൽ ഓരോ രോമങ്ങളും, അതിനെപ്പോലും ബഹുമാനിക്കണം. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ശഅറുകളിൽപ്പെട്ട ഒരു ശഅറിനെ ഒരാൾ നിന്ദിക്കുന്ന അവസ്ഥ വന്നാൽ അയാളെ കാഫിറായി ഞാൻ പ്രഖ്യാപിക്കുമെന്ന് പടച്ച റബ്ബനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞത് കാണാം. ഞാൻ പറയുന്നു, വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട സംഗതിയാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല, കാരണം നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടന്നു വരുന്നില്ല. കൂട്ടത്തിൽ പറഞ്ഞതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുമ്പോൾ ഹബീബ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിക്കുക, ഹബീബിന് തെറ്റുകുറ്റങ്ങൾ പറ്റുമെന്ന് വിശ്വസിക്കുക. ഇതൊക്കെ റിസാലത്തിന്റെ യഥാർത്ഥ ചിത്രത്തിനെതിരാണ്. ഇങ്ങനെ ഉണ്ടാവരുത്. ഇങ്ങനെ തുടങ്ങിയിട്ട് കിതാബുകളിൽ മലക്കുകളിലൊക്കെ ഉള്ള വിശ്വാസങ്ങള് വിദഅത്തുകാരിൽ പലരും മലക്കുകൾ കാളവണ്ടിയാണെന്ന് പറഞ്ഞവർ വരെയുണ്ട്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അത് കാളവണ്ടിയാണെന്ന് പോലും പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ണിൽ കാണാത്ത ഒരു വിഭാഗത്തെ അംഗീകരിക്കാനുള്ള പ്രയാസം കൊണ്ട്. ഇതിലേക്കൊന്നും വരുന്നില്ല. വളരെ തമാശയോടുകൂടെയുള്ള വിശദീകരണങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. നർമ്മം ചേർന്ന വിശദീകരണങ്ങൾ ഈമാനുള്ളവരെ ഭയപ്പെടുത്തുന്നത്. ഇത്തരം കോമാളികളിൽ പെട്ടുപോകരുത്. മറിച്ച് അടിയുറച്ച ഈമാനിലാണ് ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പ്രഖ്യാപിക്കേണ്ടത്.
ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പ്രഖ്യാപിക്കേണ്ടത്. അപ്പൊ നല്ല ഹൃദയമറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കണം. ഈമാനിന്റെ വാക്യം ഹൃദയമറിഞ്ഞുകൊണ്ടാണ് പ്രഖ്യാപിക്കേണ്ടത്. തുബ്നാ ഇലല്ലാഹി ബാത്തിനം വദാഹിർ. തുബ്നാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നു. തുബ്നാ ഇലല്ലാഹി ബാത്തിനം വദാഹിർ, അല്ലാഹുവിലേക്ക് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നു. ബാത്തിനം വദാഹിർ, എങ്ങനെ? രഹസ്യമായും പരസ്യമായും, പരോക്ഷമായും പ്രത്യക്ഷമായും എല്ലാ നിലക്കും പടച്ചോനെ നിന്നിലേക്ക് മടങ്ങുന്നു. അതിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സർവവിധേന പടച്ചവനിലേക്ക് പശ്ചാത്തപിക്കുന്നു എന്നാ പറഞ്ഞതിന്റെ ആശയം. അള്ളാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. എങ്ങനെ? എല്ലാ നിലക്കും. ആ പശ്ചാത്താപം ഷർത്തൊത്ത തൗബയാണ്. സാധാരണ പറയാനുള്ള തൗബയുടെ ഷർത്തുകള്. തൗബ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിരുന്നു. അതെന്തിനപ്പോ ഓർമ്മിപ്പിക്കുന്നു വെച്ചാൽ ഇവിടെ ഒരു വിശദീകരണം അല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. തൗബയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ലൊരു സംഭവം നിങ്ങൾക്ക് മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഞാൻ നിങ്ങളെ സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസ് കേൾപ്പിച്ചിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ഹദീസ് നമുക്ക് ഏറ്റവും മതിയായ ഒരു തെളിവാണ്. തൗബ ചെയ്യുന്ന അടിമയെ അള്ളാഹു സ്വീകരിക്കാൻ എപ്പോഴും ഒരുക്കാണ്. എപ്പോഴും ഒരുക്കാണ്. അവൻ എന്ന് വരുന്നോ അന്ന് അവനെ സ്വീകരിക്കാൻ ഒരുക്കാണ് പടച്ച റബ്ബ്. കൈവിട്ടുപോയ അടിമയെ തിരിച്ചു കിട്ടുമ്പോൾ അള്ളാഹുവിന്റെ സന്തോഷം എല്ലാ നിലക്കും. നിരാശനായി കഴിയുന്ന ആൾക്ക് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ വാഹനം മരുഭൂമിയിൽ തിരിച്ചു കിട്ടുന്ന സന്തോഷമാണ്. അത് എല്ലാ നിലക്കും അതിലെ ഓരോ വാചകങ്ങളും വിശദീകരിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും. തുബ്നാ ഇലല്ലാഹി ബാത്തിനം വദാഹിർ. അവിടെ അറബി ഭാഷ അറിയുന്ന ആരെങ്കിലും ഒരു പക്ഷേ സംശയിച്ചേക്കാം, എന്താണ് ഇങ്ങനെ ഒരു ദിക്ർ ബാത്തിനം വദാഹിർ, ബാത്തിനം വദാഹിറ എന്നല്ലേ ശരിക്കും പറയേണ്ടത് എന്ന് സ്വാഭാവികമായിട്ടും ആലോചിച്ചേക്കാം. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ആ റാത്തീബ്, ഈ പറഞ്ഞ റാത്തീബ്, അതില് ബാത്തിനം വദാഹിർ എന്ന് കടന്നു വരുമ്പോൾ നമ്മുടെ മശായിഖ്മാരും ഉസ്താദുമാരുടെ ഉസ്താദുമാരൊക്കെ ചൊല്ലി വന്നൊരു ശൈലിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വകുപ്പ്? അറബി ഗ്രാമർ പ്രകാരം അതിന് വല്ല വകുപ്പും ഉണ്ടോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വേദിയിലിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്. ചെറുപ്പത്തിൽ കിതാബ് ഓതിത്തരുന്ന സമയത്ത്, ഖത്റുന്നദ ഓതിത്തരുന്ന സമയത്ത് അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. റബീഅത്ത് ഗോത്രക്കാരുടെ ലോകത്തനുസരിച്ച് തൻവീൻ ഉള്ള ഫത്ഹ് അതിനെ സാധാരണ നസ്ബായി വരുന്ന സമയത്ത് അതിനെ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനുമ്മൽ വഖഫ് ചെയ്യുന്ന ഒരു ശൈലിയുണ്ട്. അതാണ് ഹദ്ദാദിലെ ബാത്തിനം വദാഹിർ എന്നിടത്ത് പറഞ്ഞത് എന്ന് അന്ന് പറഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് അറബി ഭാഷ അറിയുന്നവർ എന്തങ്ങനെ ഒരു ഏച്ചുകൂട്ടൽ അവിടെ എന്ന് തോന്നിപ്പോകരുത്, അതിനു വേണ്ടി പറഞ്ഞതാണ്. ബാത്തിനൻ വദാഹിറ, ബാത്തിനൻ വദാഹിറ എന്ന് പറയേണ്ടതിന് പകരം ബാത്തിനം വദാഹിർ വഖഫ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറയാം. സാധാരണ ശൈലിയിൽ വഖഫ് ചെയ്യേണ്ടത് ലാഹിറ എന്നാണ്. പക്ഷേ ഒരു ലുഗത്ത്, റബീഅത്ത് ലുഗത്തുകാരുടെ ആ ഗോത്രക്കാരുടെ ഭാഷ നിയമം അനുസരിച്ച് ഇങ്ങനെ ചെയ്യാറുണ്ട്. അതാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ബാത്തിനം വദാഹിർ ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ തുബ്നാ ഇലല്ലാഹി ബാത്തിനം വദാഹിർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ട കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഈമാനും തൗബയും പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരൊറ്റ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മൾ വെറുതെ അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരാ. ബഹുമാനപ്പെട്ട മുആദുനിൽ അൻസാരി റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബലിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, കൈഫ അസ്ബഹത യാ മുആദ്, മുആദേ ഇന്നത്തെ പ്രഭാതം എങ്ങനെയുണ്ട്? കൈഫ അസ്ബഹത യാ മുആദ്, മുആദേ ഇന്നത്തെ വെളുപ്പാങ്കാലം എങ്ങനെയുണ്ട്? സയ്യിദുനാ റസൂലുള്ളാഹിയുടെ അന്വേഷണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അസ്ബഹതു ലില്ലാഹി മുഅ്മിനാ, നബിയേ ഇന്നത്തെ വെളുപ്പാങ്കാലത്തും ഞാൻ ഉണർന്നത്
മുഅ്മിന, യഥാർത്ഥ മുഅ്മിനായിട്ടാണ്. ഈമാൻ നഷ്ടപ്പെട്ടിട്ടില്ല തങ്ങളെ, ഇപ്പോഴും ഞാൻ മുഅ്മിനാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ലികുല്ലി ഖൗലിൻ മിസ്ദാഖൻ വലികുല്ലി ഹഖ്ഖിൻ ഹഖീഖ. ഏതൊരു വാക്കിനും അതിന്റെ ഒരു സാക്ഷീകരണം ഉണ്ടാകും. മുആദേ, വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, ഏതൊരു വാക്കിനും അതിൻ്റെതായ ഒരു സാക്ഷീകരണം ഉണ്ടാകും. ഏതു സത്യത്തിനും ഒരു യാഥാർത്ഥ്യം ഉണ്ടാകും. അല്ലയോ മുആദേ, നിങ്ങൾ ഇന്ന് നേരം വെളുക്കുമ്പോൾ മൂമിനാണെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചതിന്റെ സാക്ഷീകരണം എന്താണ്? ഫമാ മിസ്താഖു ഖൗലിക യാ മുആദ്. മുആദേ, നിങ്ങൾ ഈ പറഞ്ഞതിന്റെ സാക്ഷീകരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് മുആദ് തങ്ങൾ പറയുകയാണ്, നബിയേ, ഞാൻ മൂമിനാണെന്ന് പറയാൻ കാരണം മാ അസ്ബഹതു സബാഹൻ ഖത്തു, ഇന്ന് വരെ ഈ മുആദ് ഒരു പ്രഭാതവും പുലർന്നിട്ടില്ല തങ്ങളെ, ഇല്ലാ വനൻതു അന്നി ലാ ഉംസി, ഇന്ന് വൈകുന്നേരമാകുമെന്ന് ഒരു ഉറപ്പുമില്ലാതെയാണ് മുആദ് ഇന്ന് വരെ പുലർന്ന രാവുകൾ പകലൊക്കെ പുലർന്നത്. ഏതെങ്കിലും ഒരു പുലർച്ച, ഒരു വെളുപ്പാങ്കാലം മുആദിന് പുലർന്നിട്ടുണ്ടെങ്കിൽ നബിയെ, അന്ന് ഞാൻ ഉറപ്പിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കാറുള്ളത്. രാവിലെ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പം മുആദിന് അന്ന് വൈകുന്നേരത്തേക്ക് എത്തുമെന്ന് യാതൊരു എഗ്രിമെന്റുമില്ല, യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലാണ് എഴുന്നേൽക്കല്. ഏതെങ്കിലും ഒരു പ്രദോഷം നബിയെ തങ്ങളെ ഞാൻ അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഞാൻ നേരം വെളുക്കൂലയോ എന്ന ഒരു പേടി എന്നെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നബിയെ, എന്റെ ഈമാൻ ശരിയായോ, എന്റെ ഈമാനിന്റെ സാക്ഷീകരണം പൂർണ്ണമാണോ എന്ന് തങ്ങൾ പറയണം. ഞാൻ ഞാൻ ഒരു കാലം എടുത്തു വെക്കൂല, അടുത്ത കാലം അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ള ഉറപ്പില്ലാതെയാണ് ഞാൻ ഒരു കാലം എടുത്തു വെക്കുന്നത്. നബിയെ, എനിക്ക് ഉറപ്പുണ്ട് അടുത്ത കാലം എടുത്തു വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഈ യഖീൻ എനിക്കുണ്ടെങ്കിൽ എന്റെ ഈമാൻ പരിപൂർണമാണോ? വകഅന്നി അൻദുറു ഇലാ കുല്ലി ഉമ്മത്തിൻ ജാതിയ കുല്ലു ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹാ മഅ നബിയിഹാ വഔസാനിഹാ അല്ലതി കാനത് തഅബുദു മിൻ ദൂനില്ലാഹ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വകഅന്നി അൻദുറു ഇലാ ഉഖൂബതി അഹ്ലിന്നാർ വസവാബി അഹ്ലിൽ ജന്ന ഖാല النبي സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ്ത ഫൽസം അറഫ്ത ഫൽസം അറഫ്ത ഫൽസം. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഴിഞ്ഞില്ല നബിയേ, എന്റെ കാര്യം എങ്ങനെയാണ്? എന്റെ ജീവിതത്തിൽ ഓരോ ഭാഗങ്ങളെയും ഞാൻ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല, കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്ക് വന്ന മഹാദുരന്തങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഉമ്മത്തുകൾ, തകർന്നു കിടക്കുന്ന ഉമ്മത്തിനെ ഞാനിപ്പോ ഇങ്ങനെ കാണാൻ. ആദ് സമൂഹത്തെയും സമൂദ് ഗോത്രത്തെയും ഒക്കെ ഖുർആൻ എന്നോട് പറഞ്ഞത് എന്റെ കണ്ണിൽ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ആദ് സമൂഹം കടപുഴകി വീണ ഈത്തപ്പനകളെ പോലെ നിലംപതിച്ച് കിടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. മതിയോ നബിയെ, ഈമാൻ പൂർണ്ണാണോ? ബഹുമാനപ്പെട്ട മുആദ് തങ്ങൾ ചോദിക്കുകയാണ്, നബിയെ, ഞാൻ സ്വർഗവും നരകവും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. നല്ലവരെ അവരുടെ നബിമാരോടൊപ്പം, ചീത്ത ജനങ്ങളെ അവരാരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളോടൊപ്പം നാളെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന രംഗം ഇന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് തങ്ങളെ. മതിയോ ഈമാൻ? എന്റെ ഈമാനിന് സാക്ഷീകരണം പൂർണ്ണമാണോ നബിയെ? അവിടുന്ന് പറയുന്നു, മതി മതി. നബി തങ്ങൾ പറഞ്ഞു, അറഫ്ത, നീ അറിയേണ്ടത് അറിഞ്ഞിരിക്കുന്നു. ഫൽസം, ഇത് വിടണ്ട. സയ്യിദുനാ റസൂലുള്ളാഹി, ഇത് വിടണ്ട, അതവിടെ മുറുക്കി പിടിച്ചോ. ഇതന്നെയാണ് ഈമാൻ. മിസ്താഖ് പൂർണ്ണമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മളൊക്കെ ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എന്തെങ്കിലും നമുക്കുണ്ടോ? ഈ പറഞ്ഞ ഒന്നും നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കണം, നന്നായിട്ട് സ്ഫുടം ചെയ്തെടുക്കണം. എവിടെയാണ് പോരായ്മകളെങ്കിൽ തീർക്കണം. ഖുർആൻ ഓതിയിട്ട്, ഹദ്ദാദ് ചൊല്ലിയിട്ട്, നബി തങ്ങളെ സ്നേഹിച്ചിട്ട്, മഹാന്മാരുടെ മദ്ഹുകൾ പറഞ്ഞിട്ട്, അമലുകൾ ഒന്നും നഷ്ടപ്പെടുത്താതെ തിന്മകളിൽ നിന്ന് മാറി നിന്നിട്ട് തന്നെയായിരിക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെയ്യേണ്ടത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രമല്ല, ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ഈമാനിക പ്രഖ്യാപനത്തിന്റെ യാഥാർത്ഥ്യം ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട നബിയേ, യൗമുൽ ആഖിർ കൊണ്ടുള്ള എന്റെ വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, അത് ജാടയുടെ പ്രഖ്യാപനമല്ല തങ്ങളെ. കേവലം എന്റെ പ്രഖ്യാപനം, ഈമാനിന്റെ പ്രഖ്യാപനം ജാടയല്ല.
നബിയേ അസഫത്ത് നഫ്സി അനി ദുനിയ ഫസ്തവ ഇൻദി ദഹബുഹാ വഹജറുഹാ വശുദ്ദതുഹാ വറഖാഉഹാ വകഅന്നി ബിഅർശി റബ്ബി ബാരിസ് വകഅന്ന അഹ്ലൽ ജന്നതി ഫിൽ ജന്നതി യതസാവറൂന വയതനഅമൂൻ വകഅന്ന അഹ്ലൻ നാരി ഫിൻ നാരി യതആവൂന വയുഅദ്ദബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പം ബഹുമാനപ്പെട്ട ഹാരിസ തങ്ങൾ നൽകിയ തന്റെ ഈമാനിക പ്രഖ്യാപനത്തിന്റെ സാക്ഷീകരണമാണിത്. എന്തേ നബിയെ, എന്റെ അടുത്ത് ഈ ദുനിയാവിനെ തൊട്ട് എന്റെ നഫ്സിന് ചടപ്പാ. ദുനിയാവ് അത് എനിക്ക് മനം മടുത്ത ഒരു കേസാണ്. ദുനിയാവിലെ കനകവും കല്ലും എനിക്കൊരുപോലെയാണ്. ദുനിയാവിലെ കനകവും കല്ലും ഒരുപോലെയാണ്. സ്വർണവും കല്ലും ചരക്കല്ലിനെ കാണും പോലെ ഞാൻ സ്വർണത്തെ കാണുന്നുള്ളൂ. ഇതൊക്കെ പറയുമ്പോ ഞാനിത് പറയുന്നു എന്നല്ലാതെ നിങ്ങളിത് കേൾക്കുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? നമുക്കുണ്ടോ? നമ്മൾ വെറും ദുനിയാവിന്റെ ഇബാദുകളായി അടിമകളായി മാറുകയല്ലേ ചെയ്യുന്നത്? ചിന്തിക്കണം. ദുനിയാവ് ഉണ്ടാക്കണ്ട നീ പറഞ്ഞതിന് അർത്ഥമല്ല. ദുനിയാവ് വേണം, എത്രയും വേണം, എത്രയും ആവാം. ഹലാലായ ആ പരിധിക്കുള്ളിൽ നിന്ന് എത്ര സമ്പാദിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നില്ല. അതിനടച്ചു തീർക്കേണ്ട തീരുവകൾ അടച്ചു തീർക്കണമെന്ന് മാത്രം. അത് സമ്പാദിക്കുന്ന തിരക്കില് അള്ളാഹുവിനുള്ള ഒരമലും മുടങ്ങിപ്പോകാനും പാടില്ല. നിർബന്ധമായ ഒരു കർമ്മവും മുടക്കിയിട്ട് ഒരു സമ്പാദ്യവും പറ്റില്ല. അത് കാര്യങ്ങൾ കുറെ പറയാനുള്ളതാണ്, അതിലേക്ക് കടക്കുന്നില്ല. അത് പറയണമെങ്കിൽ സൂറത്ത് ആല ഇമ്രാനിലെ വളരെ ബൃഹത്തായ ഒരു ആയത്തുണ്ട്. ഞാൻ മുമ്പ് 1-2 സീഡികളിൽ അതേക്കുറിച്ച് തന്നെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. ദുനിയാവിലെ 6 അപ്പക്കഷ്ണങ്ങൾ, മനുഷ്യ സഹജമായി താല്പര്യമുള്ള 6 അപ്പക്കഷ്ണങ്ങൾ ആയത്തിനകത്ത് പറയുന്നുണ്ട്. അത് മനുഷ്യ സഹജമായി മനുഷ്യന് ഇമ്പമുള്ള 6 കാര്യങ്ങളാണ്. അതിന് 2 വശമുണ്ട്. ഒന്ന്, അത് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിലാകും, ചിലപ്പോൾ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത രീതിയിലാകും. ഇലാഹി പ്രചോദനം വഴിയുള്ളതാണെങ്കിൽ 6 അപ്പക്കഷ്ണങ്ങളും സ്വാഗതാർഹമാണ്. എന്തൊക്കെയാ? ഭാര്യ, മക്കള്, പണം, വാഹനം, കൃഷി, നാൽക്കാലികൾ. ഇതാണ് 6. അതൊക്കെ സന്തോഷകരാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണെങ്കിൽ. അള്ളാഹുവിന്റെ പൊരുത്തത്തിലല്ലെങ്കിൽ 6ഉം മോശമാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അല്ലാഹു എന്ന് തെളിച്ചു പറഞ്ഞില്ല, സയ്യനല്ലാഹു ലിന്നാസ് എന്ന് തെളിച്ചു പറഞ്ഞില്ല, അല്ലെങ്കിൽ സയ്യന ശൈത്താനു എന്നും തെളിച്ചു പറഞ്ഞില്ല. അള്ളാഹു തെളിച്ചു പറയാതെ സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത് എന്ന് പറഞ്ഞു. മജ്ഹൂലാക്കി കർമ്മണി പ്രയോഗത്തിൽ പ്രയോഗിച്ചു. കാരണം ആര് ഭംഗിയാക്കി കൊടുത്തു എന്ന് തുറന്നിട്ട് പറഞ്ഞില്ല. കാരണം സയ്യന അല്ലാഹുവും ഉണ്ടാകും, സയ്യന ശൈത്താനും ഉണ്ടാകും. അള്ളാഹു ആണ് ഭംഗിയാക്കി കൊടുക്കുന്നതെങ്കിൽ അത് മഅ്ദൂനാണ്, അനുവദിക്കപ്പെട്ടതാണ്. പിശാചാണ് ഭംഗിയാക്കി കൊടുത്തതെങ്കിലോ അത് ഗൈറു മഅ്ദൂനാണ്, അനുവദിക്കപ്പെടാത്തതുമാണ്. അപ്പൊ അതിനൊക്കെ 6 വശങ്ങൾ, ഓരോന്നിനും 2 വശങ്ങൾ പറയണം 6 എണ്ണത്തിന്. അത് പറയാനൊന്നും ഇപ്പൊ നമ്മുടെ സദസ്സ് വിശാലല്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം മാത്രം പറയുന്നുള്ളൂ. തികഞ്ഞ പ്രപഞ്ച ത്യാഗമുണ്ട് എനിക്ക്. ഇതാണ് ബഹുമാനപ്പെട്ടവർ ഈ പറഞ്ഞത്. ദുനിയാവിലെ വിഷമവും ദുനിയാവിലെ സന്തോഷവും എനിക്ക് കണക്കാം. ദുനിയാവിലെ റാഹത്തുണ്ടായി മശഖത്തുണ്ടായോ എനിക്കൊരുപോലെയാണ്. റാഹത്ത് വരുമ്പോഴായിട്ട് ഞാൻ എന്ത് ചെയ്യൂല? അമിതാഹ്ലാദം കൊള്ളൂല. സന്തോഷം വരുന്ന സമയത്ത് ഒരിക്കലും ആ സന്തോഷത്തിൽ നിഗളിക്കാൻ പാടില്ല. എന്നാലോ വല്ല പരാജയങ്ങളും വന്നെങ്കില്, വല്ല പ്രതിസന്ധികളും വന്നെങ്കില് അവിടെ ഞാൻ പിടുത്തം വിട്ട് ഞാൻ അക്ഷമ കാണിക്കാനും തയ്യാറാവൂല. രണ്ടുമില്ല. അള്ളാഹുവിനെ വെറുക്കൂല ഞാൻ. ശിദ്ദത്ത് തന്നാലും റഹാവ് തന്നാലും സന്തോഷം തന്നാലും സന്താപം തന്നാലും കല്ലായാലും സ്വർണമായാലും എല്ലാം എനിക്ക് കണക്കാണ്. ഈ ദുനിയാവിനെ ഞാൻ അത്ര മൈൻഡ് ചെയ്യുന്നില്ല. നബിയേ, അള്ളാഹുവിന്റെ അർശ് പോലും കാണുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാനുള്ളത്. ആ അർശിന്റെ അടുത്തെത്തിയ ഒരവസ്ഥ എനിക്കുണ്ട്. സ്വർഗാവകാശികൾ സ്വർഗത്തില് അവർ പരസ്പരം ഒരാൾ മറ്റൊരാളെ വിസിറ്റ് ചെയ്തിരിക്കുന്ന രംഗം അത് ഞാൻ ഇങ്ങനെ കാണാൻ. വാപ്പ മക്കളെ കാണാം, മക്കള് വാപ്പാനെ കാണാൻ പോകുന്നത്,
ശിഷ്യന്മാർ ഉസ്താദുമാരെ കാണാൻ പോകുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വർഗത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്നത്, കുടുംബങ്ങൾ പരസ്പരം ഒത്തുകൂടുന്നത്. സൂറത്തുർ റഅദിൽ അല്ലാഹു നൽകിയ ഒരു വലിയ ഓഫറാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്. ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. എത്ര ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച്? പടച്ചോനെ, നാളെ സ്വർഗത്തിലെ കുടുംബ സംഗമം എനിക്ക് ഒരുങ്ങി കിട്ടുമോ എന്ന് ആലോചിച്ച എത്ര പേരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, അത് താല്പര്യപ്പെടാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? കുടുംബ സംഗമം സ്വർഗത്തിലെ എന്റെ കെട്ടിയോളും കുട്ടികളും എന്റെ ഉമ്മയും വാപ്പയും എന്റെ ഉസ്താദുമാര് എന്റെ തിൽമി വിദ്യാർത്ഥികള് ഇവരൊക്കെ ഒരു ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബങ്ങൾ ഒത്തുകൂടാൻ താല്പര്യപ്പെടാത്തവരുണ്ടാവില്ല. ആ കുടുംബം എന്ന് പറഞ്ഞാൽ നസബിലൂടെയുള്ള കുടുംബം മാത്രമല്ല, തറവാട് വഴിക്കുള്ള കുടുംബം മാത്രമല്ല, ആത്മീയ കുടുംബവും പെടും. ഉസ്താദുമാർ നമ്മുടെ പിതാക്കന്മാരാണ്. ഉസ്താദുമാർ നമ്മുടെ പിതാക്കന്മാരാണ്. ആത്മീയ വഴിക്കുള്ള കുടുംബവും അതിൽ ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റാന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതാ ഞാൻ നേരത്തെ വളരെ വികാരപ്പെട്ടുകൊണ്ട് നിങ്ങളോട് പറഞ്ഞൊരു കലിമത്തുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ നിങ്ങൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. അയാൾ മരിക്കുമ്പം ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് വളർന്ന് വലുതായി സ്കൂളിൽ മദ്രസയിൽ ചേർത്തി ഓത്തുപള്ളിയിൽ നിന്ന് ഉസ്താദ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അയാൾക്ക് ഖബർ ശിക്ഷ ഒഴിവായി കിട്ടി എന്ന് കേട്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ്. എന്ത്? നമ്മുടെ മാതാപിതാക്കൾ ഖബറിലാണ്, നമ്മുടെ ഉസ്താദുമാരുടെ മാതാപിതാക്കൾ ഖബറിലാണ്. നമുക്ക് ഭക്ഷണം തന്നവരും വെള്ളം തന്നവരും ഓതുന്ന കാലത്ത് സഹായിച്ചവര് ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ, ഇതുപോലുള്ള സദസ്സുകളിൽ സജീവമായി വരുന്ന നിങ്ങൾ, നമുക്കൊക്കെ ബന്ധപ്പെട്ടവരും അവരുടെ മാതാപിതാക്കളും ഒക്കെ പലപ്പോഴും ഖബറിലാണ്. പടച്ചോനെ, ഞങ്ങളെ നീ സ്വർഗത്തിൽ വാപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന ഈ ഓഫർ നീ പുലർത്തി തരണം റഹ്മാനെ. ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാഹ്, ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാഹ്. പടച്ചോനെ, അതിന് വാപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും ആയാ വരുമെന്നല്ല നീ പറഞ്ഞത്, മറിച്ച് വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, ആ കുടുംബം സാലിഹീങ്ങളാവണം. പടച്ചോനെ, സ്വർഗം വാങ്ങാൻ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഒരു കുടുംബമാക്കി ഞങ്ങളെ കുടുംബത്തെ നീ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തെ നീ മാറ്റിത്തരണേ അല്ലാ, നീ മാറ്റിത്തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ആദരിക്കുന്നവരിൽ നിന്ന്, ഞങ്ങൾ ബഹുമാനിക്കുന്നവരിൽ നിന്ന്, ഞങ്ങൾക്ക് അക്ഷരാഭ്യാസം നൽകിയവരിൽ നിന്ന് റഹ്മാനായ റബ്ബേ സ്വർഗത്തിലെ കായ്ക്കനികൾ വാങ്ങി ഞങ്ങളെ കുടുംബത്തിന് കൊടുക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആ സ്വർഗാവകാശികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോകുന്നത്, അവർ സ്വർഗത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖാനുഭൂതികള്, നരകാവകാശികൾ കഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ നരകാവകാശികൾ നരകത്തിൽ കിടന്നുകൊണ്ട് അലറുന്നത്, കുരച്ച് ചാടുന്നത് നബിയെ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കുരച്ച് ചാടുന്നത്, നരകത്തിലെ പട്ടികൾ കുരച്ച് ചാടുന്നത് ഞാനിപ്പോ കാണുന്നു നബിയെ, എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. അവർ അദാബ് അനുഭവിക്കുന്നത് ഞാൻ കാണുന്നു നബിയെ, ആ അലറുന്ന നരകാവകാശികളെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ട ഒരു പ്രതീതി. ഹഖ്ഖുൽ യഖീനിന്റെ ഘട്ടത്തിലേക്ക് എന്റെ ഈമാൻ നീങ്ങിയിരിക്കുകയാണ്. ഈമാനിന് 3 സ്റ്റെപ്പ് ഉണ്ട്: ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖ്ഖുൽ യഖീൻ. ഈ 3ാമത്തെ പവറിലെത്തിയിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ വിശദീകരണത്തിന്റെ അർത്ഥം. 3ാം പവറിലെത്തിയിരിക്കുന്നു. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖ്ഖുൽ യഖീൻ, ഇങ്ങനെ 3 യഖീനാ ഖുർആൻ പറഞ്ഞത്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പ്, വിശ്വാസാകുക, ഉറപ്പാകുക. ഈ ഉറപ്പാകുക എന്ന് പറഞ്ഞതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. ഏതാ ഈ 3 സ്റ്റെപ്പ്? ഒന്ന് ഇൽമുൽ യഖീൻ, മറ്റൊന്ന് ഐനുൽ യഖീൻ, മറ്റൊന്ന് ഹഖ്ഖുൽ യഖീൻ. എന്താണ് ഈ 3 യഖീനിന്റെയും വ്യത്യാസം? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം. ഇമാം സ്വാദി റളിയല്ലാഹു അൻഹു ഒരിടത്ത് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ 2 സ്ഥലത്തായിട്ടാണ് 3 യഖീനുകളും കൂടെ പറഞ്ഞത്. സൂറത്തു തകാസുറിൽ 2 യഖീൻ ഒരുമിച്ച് പറഞ്ഞു. പിന്നീട് മറ്റൊന്ന് അല്ലാഹു തആല പറയുന്നത് സൂറത്തുൽ വാഖിയയുടെ അവസാന ഭാഗത്ത് ഹഖ്ഖുൽ യഖീൻ പറഞ്ഞു. എന്താണ് ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം? ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഉറപ്പിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഉറപ്പ്. ആരോ പറഞ്ഞു, ആരോ എഴുതി വെച്ചത് കണ്ടു, വായിച്ചോ കേട്ടോ
നാം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഉറപ്പിനാണ് എന്ത് പറയാ? ഇൽമുൽ യഖീൻ. കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഇൽമുൽ യഖീൻ. ശരിക്കത് പറയേണ്ടത് യഖീനുൽ ഇൽമ് എന്നാണ്, യഖീനുൽ ഐൻ എന്നാണ്, യഖീനുൽ ഹഖ് എന്നാണ് ശരിക്ക് പറയേണ്ടത്. പക്ഷേ ആ പറയേണ്ടതിനെ തന്നെ ഒന്ന് കോലം മാറ്റിയിട്ട് യഖീനുൽ ഇൽമി എന്ന് പറയേണ്ടതിനെ ഇൽമുൽ യഖീൻ എന്ന് ഇവിടെ ശേഷമുള്ളതിനെ മുന്നോട്ടും മുമ്പിലുള്ളതിനെ പിന്നോട്ടും വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്രത്യേക ഭാഷാ സൗന്ദര്യം വരുന്നുണ്ട് സാഹിത്യത്തിൽ, അറബി സാഹിത്യത്തിൽ. അതിന് അറബി ഭാഷാ പണ്ഡിതന്മാർ അറബി ഭാഷയുടെ സാഹിത്യത്തിന്റെ സൗന്ദര്യം വിവരിക്കുന്ന ഇൽമുൽ മആനിയുടെ പണ്ഡിതന്മാർ പറയുന്നു, ആ ഖൽബില് തിരിച്ചും മറിച്ചും വെക്കുന്നതിലെ ഒരു സൗന്ദര്യം ഉണ്ടാകും. അതാണ് അവിടെ കാണുന്നത്. അപ്പൊ ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഉറപ്പ്. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാലോ യഖീനുൽ ഐൻ, കണ്ണുകൊണ്ട് കണ്ടൊരു കാര്യം ബോധ്യപ്പെടുക. അപ്പോഴും സംശയത്തിന് പഴുതുണ്ടാവും. കണ്ണുകൊണ്ട് കണ്ടാലും അവിടെ ഉറപ്പാവില്ല. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാലോ ഹഖുൽ യഖീൻ, അനുഭവിച്ചങ്ങ് ഉറപ്പാകുക. ഇതിനാണ് ഹഖുൽ യഖീൻ എന്ന് പറയാം. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഉറപ്പ്. അത് പിന്നെ നിഷേധിക്കൂല. അതിൽ നിഷേധത്തിന്റെ ഒരു ചെറിയ പഴുതുപോലും അതിൽ പിന്നെ ഉണ്ടാവില്ല. ഹഖുൽ യഖീനില് ഇത് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. ഞാനൊരു ഉദാഹരണത്തിലൂടെ അത് മൂന്നും കൂടെയാണ് പറഞ്ഞുതരാം. എന്നാ വേഗം തിരിയും. ഞാൻ പലപ്പോഴും എൻ്റെ ഖുർആൻ പ്രഭാഷണങ്ങളിൽ പല സ്ഥലങ്ങളിലും ഞാൻ ഇത് വിശദീകരിക്കാൻ വേണ്ടി ആ ഉദാഹരണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഈ മൂന്ന് ഉദാഹരണങ്ങൾ? ഇൽമുൽ യഖീൻ, ഹഖുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഉറപ്പ്. ഇപ്പോ നിങ്ങളിൽ ഒരാൾ ഇപ്പോ ബോംബെയിൽ പോയി വന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി വന്നു, എന്നിട്ട് അവിടെ നിന്നൊരു വിവരമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്തെത്തി. നിങ്ങളത് പറഞ്ഞു, നിങ്ങളത് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളെപ്പറ്റി നല്ല വിശ്വാസമാണ്, കളവ് പറയൂല, ഇപ്പൊ എനിക്ക് ഉറപ്പായി അങ്ങനെ സംഗതി ഉണ്ട്. അവിടുന്ന് ഞാനൊരു പഴം കഴിച്ചു, നിങ്ങൾ പറഞ്ഞു. ബോംബെയിൽ നിന്ന് ഞാനൊരു പഴം തിന്നു, അതിങ്ങനെയാണ്, ഓറഞ്ചിന്റെ രൂപമാണ്, കണ്ടാൽ ഓറഞ്ചിന്റെ അതേ രൂപമാണ്, പക്ഷെ മണത്ത് നോക്കിയാൽ സ്മെല്ല് മാമ്പഴത്തിന്റെ സ്മെല്ലാണ്, മാങ്ങയുടെ സ്മെല്ലാണ്. അതേസമയം തിന്നു നോക്കുകയാണെങ്കിൽ പൈനാപ്പിളിന്റെ രുചിയാണ്. ഞാൻ വെറുതെ ഒരു ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സങ്കല്പിച്ചു പറയാം. നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ അതോട് ഉറപ്പിച്ചു അങ്ങനെ ഒരു പഴമുണ്ട്. കാരണം എന്താ? നിങ്ങൾ സത്യം പറയുള്ളൂ എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നാലോ ചില ആളുകളുണ്ടാവും, ഏതെങ്കിലും ഒരു വിസിറ്റ് കഴിഞ്ഞു വന്നാൽ തിന്നാത്തതും കാണാത്തതൊന്നും ഉണ്ടാവില്ല, ബഡായി എങ്ങനെ പറയണമല്ലോ, ഓരോ വിശ്വാസം ഉണ്ടാവില്ല. സാദിഖീങ്ങളെ ഈ കാര്യത്തിൽ വിശ്വസിക്കുള്ളൂ. ഇപ്പൊ ബോംബെ പോയിട്ട് ഒരു സ്ഥിരീകരണം നടത്തി എന്ന് പറഞ്ഞാൽ ചിലത് കള്ളം പറയും, ചിലപ്പോൾ സത്യം പറയും. അത് രണ്ടും ഉണ്ടാവാം, രണ്ടും നമ്മൾ അനുഭവിച്ചതാണ്. ഏതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ പറഞ്ഞയാളെ എനിക്ക് ഉറപ്പാ സത്യം പറയുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു. ഈ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ വിവരത്തിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. പക്ഷേ ഇത് പതറാം. കാരണം എന്താ? കാണുമ്പോ അങ്ങനെ അല്ലെങ്കിൽ പതറും. അടുത്ത തവണ നിങ്ങൾ പോയി വന്നപ്പോ ആ പഴം കൊണ്ടുവന്നിട്ട് എനിക്ക് ഇങ്ങനെ കാണിച്ചു, ഇതാണ് ആ പഴം. അപ്പൊ കണ്ടപ്പോ അത് ഓറഞ്ചിന്റെ രൂപമുണ്ട്. അപ്പൊ ഒന്ന് റെഡി. ഇനി സ്മെല്ലും രുചിയും അത് തന്നെയാണോ, ടേസ്റ്റും സ്മെല്ലും അതാണോ എന്ന് അറിയണമെങ്കിൽ അത് കയ്യിലെത്തണം, അനുഭവിക്കണം. കണ്ടതുകൊണ്ട് യഖീൻ കിട്ടി. ഒരു പഴുതടണ്ട്, നിഷേധത്തിന്റെ ഒരു പഴുതടണ്ട്. എന്നാൽ ഇനി അതിന്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് ഇങ്ങോട്ട് തന്നു, ഞാനതൊന്ന് മണത്തു നോക്കി, ബോധ്യപ്പെട്ടു, തിന്നിറക്കി, രുചിയും ബോധ്യപ്പെട്ടു. ഇപ്പൊ കിട്ടിയ ഈ യഖീനാണ് ഹഖുൽ യഖീൻ എന്ന് പറയാം. എന്നതുപോലെ നരകവും സ്വർഗവും പടച്ചോനും ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണാത്ത കേസല്ലേ ഇതൊക്കെ? മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി ദുനിയാവിൽ തന്നെ കാണുകയാണ് ഇതൊക്കെ. ഞമ്മക്ക് ആ മനുഷ്യനെ വലിയ ഉറപ്പുമാണ്, നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചു. ഈമാനിന്റെ ഒന്നാം ഘട്ടം ഏതാ? ഇൽമുൽ യഖീൻ. പറഞ്ഞു തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉറപ്പാണ്. നാളെ പരലോകത്ത് പുനരുത്ഥാനം കഴിഞ്ഞിട്ട് നരകം മുമ്പിൽ കാണും. അപ്പം കിട്ടുന്ന അറിവാണ് ഐനുൽ യഖീൻ. കണ്ടുറപ്പാകും, കണ്ണിൽ കണ്ടുറപ്പാകും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മളെ നരകത്തിൽ എടുത്തെറിയും. അങ്ങനെ നരകത്തിൽ എറിയാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ദുര്യോഗം അള്ളാഹു നമ്മളെ തൊട്ട് കാക്കട്ടെ. ഉണ്ടെങ്കിൽ ആ നരകത്തിൽ കിടന്ന് കത്തി ചാമ്പലാകുമ്പോ ബോധ്യപ്പെടും, അന്ന് കേട്ടിരുന്ന വയതൊക്കെ ശരിയാണ്. ഇതിനാണ് ഹഖുൽ യഖീൻ എന്ന് പറയാം. അപ്പൊ ഇനി സൂറത്തു തക്കാസുർ ഓതി നോക്ക്, എന്തൊരു ഭംഗിയുണ്ട്. അൽഹാകുമുത് തകാസുർ
ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ആദ്യം നിങ്ങൾ ഇൽമുൽ യഖീനായിട്ട് മഹ്ശറിനെ പറ്റി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ അറിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഇൽമുൽ യഖീനായിട്ട് നബിയും അമ്പിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരലോകം ഉറപ്പിച്ചു വെക്കുകയാണെങ്കിൽ ലതറവുന്നൽ ജഹീം, തീർച്ച നരകം നിങ്ങൾ കാണൂട്ടോ. സുമ്മ ലതറവുന്നഹാ ഐനുൽ യഖീൻ, പിന്നീട് ആ നരകം കണ്ട് നിങ്ങൾക്ക് ഐനുൽ യഖീൻ ആവും. കണ്ടോ, നരകം കാണുമ്പോൾ ഐനുൽ യഖീൻ. സുമ്മ ലതുസ്അലുന യൗമൈദിൻ അനിൻ നഈം, പിന്നെ അവിടെ നരക പരാമർശം, നരകത്തിൽ കടക്കുന്ന വിവരം അവിടെ ഇല്ല. അതുകൊണ്ട് ഹഖുൽ യഖീൻ പറയാനും പറ്റൂല. ഹഖുൽ യഖീൻ പറയണമെങ്കിൽ നരകത്തിൽ കടക്കണം. അതെവിടെയാ വരുന്നത്? സൂറത്തുൽ വാഖിയയിൽ വ അമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാല്ലീൻ ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം. പിന്നെ നരകത്തിൽ കടത്തി കരിച്ച് കളയലാണ്. ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ, ഇന്ന ഹാദാ ലഹുവ ഹഖുൽ യഖീൻ. ഇത് ബോധ്യപ്പെട്ട് ഉറപ്പാകലാണ്. പടച്ചവനെ, അത്തരം ഒരു ബോധ്യപ്പെട്ട് ഉറപ്പാകുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. മറിച്ച് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഹഖുൽ യഖീനിന്റെ പവറിലേക്ക് ഉയർന്ന ഹൃദയങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റി തരണേ അല്ലാഹ്. ഇതാണ് ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണത്തിന്റെ സ്വഭാവം. ഒക്കെ ശരിക്കും മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ വായിച്ചെടുക്കാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാരിസ, ഈ പറഞ്ഞതുപോലെയാണ് ഹാരിസ ഉള്ളതെങ്കിൽ, യാ ഹാരിസ അബ്ദുൻ നവറല്ലാഹു ഖൽബഹ അറഫ്ത ഫൽസം. ഹാരിസ, ഹാരിസ, നീ അല്ലാഹു ഹൃദയത്തിന് വെളിച്ചം വീശിയ അടിമയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷം എത്രയായിരിക്കും. ഹാരിസക്ക് ഇതൊക്കെ കിട്ടാതിരിക്കോ? ഹാരിസ് റസൂലുള്ളാഹിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിച്ച മഹാനാണ്. അത് വേറെ പറയണം, സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നബി തങ്ങൾ ഓരോ പുതിയ കല്യാണം കഴിക്കുമ്പോഴും നബി തങ്ങൾക്ക് പുതിയ വീടുകൾ അനുവദിച്ചിരുന്നത് ഈ ഹാരിസത്ത് ഇബ്നു നുഅ്മാനാണ്. പിന്നെ ഹാരിസത്ത് ഇബ്നു നുഅ്മാന് ഇത് കിട്ടിയിട്ടില്ലെങ്കിലല്ലേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അത്ഭുതമുള്ളൂ. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് അലിയാരുടെ വീട് കുറച്ച് അകലെയായി പോയപ്പോ റസൂലുള്ളാഹിയുടെ സഹവാസം കിട്ടാൻ ഇങ്ങോട്ട് മാറാൻ വീണ്ടും വീട് അനുവദിച്ചത് ഈ ഹാരിസത്ത് ഇബ്നു നുഅ്മാനാണ്. എങ്ങനെ കിട്ടാതിരിക്കും ഹാരിസക്ക് ഈ മഹത്വങ്ങളൊക്കെ? ഹാരിസക്ക് കിട്ടും. ഖൽബുൻ അബ്ദുൻ നവറല്ലാഹു ഖൽബാ. അല്ലാഹ് ഹൃദയത്തിന് ഈമാനിന്റെ വെളിച്ചം നൽകിയ ഒരു അടിമ തന്നെ ഹാരിസ. അറഫ്ത ഫൽസം. ഹാരിസ, നിനക്ക് ബോധ്യപ്പെടേണ്ടതൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹാരിസ, ഫൽസം, ഇത് വിടണ്ട, ഇത് അവിടെ നിർത്തിക്കോ. ഈമാൻ തന്നെയാണ് ഈമാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമാണ്. തന്റെ മോനെ വിളിച്ചിട്ട് പറയാൻ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഒരു ഉപദേശം കുഞ്ഞുമോനെ, ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ ഹത്താ തഅലമ അന്നമാ അസാബക ലൻ യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. മോനെ, നിനക്ക് ഈമാനിന്റെ മധുരം കിട്ടണമെങ്കിൽ, ഈമാന്റെ മധുരം കിട്ടണം, അപ്പോഴേ രക്ഷപ്പെടുള്ളൂ. അതിന് പ്രാധാന്യമുണ്ട്. മധുരം കിട്ടിയാൽ, മധുരം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യുന്ന നിങ്ങള് എപ്പോഴെങ്കിലും കൊല്ലിക്ക് പിടിച്ച് ഞെക്കുകയാണെങ്കിൽ തുപ്പും. കൊല്ലിക്ക് പിടിച്ച് ഞെക്കിയാ തുപ്പും. മധുരം കിട്ടാഞ്ഞാല് അപ്പൊ ആദർശം പണയം വെക്കും. ദുന്യവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി ആദർശം പണയം വെക്കുന്നവർ ഈമാന്റെ മധുരം കിട്ടാത്തവരാ. അപ്പൊ 5 കിലോ അരി കിട്ടിയാൽ അങ്ങോട്ട് വെക്കും, 10 കിലോ അരി മറ്റോലും എടുത്താൽ അങ്ങോട്ട് വെക്കും. പൊര ഓട് മേയാൻ അല്ലെങ്കിൽ ആ പൊരന്റെ മെയിൻ സ്ലാബ് ഇടാൻ വേറെ ഒരു ടീം വന്ന് തീരുമാനിച്ചു കൊടുത്താൽ അങ്ങോട്ട് വെക്കും. ഇങ്ങനെ 10 കിലോ അരിക്ക് 5 കിലോ അരിക്ക് പൊരന്റെ മെയിൻ സ്ലാബിന് ഇതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുന്ന കുറെ ടീമുണ്ട്, ആദർശം വെച്ച് കളിക്കുന്നവര്. ശരിക്കും ചിന്തിച്ചോ? ഇതെന്തുകൊണ്ടാ അറിയോ? ഈമാന്റെ മധുരം കിട്ടാത്തതുകൊണ്ട്. ഹലാവത്തുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്, ഈമാന്റെ മധുരം. അതാണ് കിട്ടിയാൽ കൊല്ലിക്ക് പിടിച്ച് ഞെക്കിയാലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇറക്കാൻ നോക്കും. എന്തിന്? ആ മധുരം ആസ്വദിക്കാൻ. ഇങ്ങോട്ട് തുപ്പൂല. ഇതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മൾക്ക് അറിവ് പഠിപ്പിച്ചവരും നമ്മളെ സഹായിച്ചവരും നമുക്ക് വേണ്ട എല്ലാ സംഗതികളും ഈ പരിപാടിയെ സഹായിച്ച ആരൊക്കെയുണ്ടോ പടച്ചോനെ, അവരെ നീ തിരിച്ചു സഹായിക്കണേ അല്ലാ. അവരെ നീ തിരിച്ചു സഹായിക്കണേ അല്ലാ. അവരെ നീ തിരിച്ചു സഹായിക്കണേ അല്ലാ. അപ്പം ഈമാന്റെ മധുരം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഹത്താ തഅലമ അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. നിനക്ക് വന്നുപെട്ട മുസീബത്ത് അത് നിനക്ക് എത്താതിരിക്കില്ല, അത് നിനക്ക് പിഴക്കില്ല എന്ന് പറഞ്ഞാൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് വിശ്വസിച്ച് വെക്കണം.
വമാ അഖ്താക്, നിനക്ക് കിട്ടാതെ പോയ ഒന്ന് ലം യകുൻ ലിയുസീബക്, അത് നിനക്ക് കിട്ടാനുള്ളതല്ല എന്ന് നീ വിശ്വസിക്കണം. കിട്ടിയത് കിട്ടാതിരിക്കാനുള്ളതല്ല എന്നും കിട്ടാത്തത് കിട്ടാനുള്ളതല്ല എന്നും എപ്പോഴാണോ നിന്റെ കൽബിന് ഉറപ്പാകുന്നത് അന്നേ നിന്റെ ഈമാൻ പരിപൂർണമാകൂ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറഞ്ഞ സംഗതികളൊക്കെ പൂർണ്ണമാകുന്നത്. വെറുതെ അങ്ങ് ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ അതങ്ങ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമായില്ല. തുബ്നാ ഇലല്ലാഹി ബാത്തിനം വദാഹിർ. ഹബീബ് പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതാ, ഓരോ ദിവസവും അതാ 100-ലധികം തവണ 70-ലധികം തവണ 100 എന്നും മറ്റൊരു സ്ഥലത്ത് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നുണ്ട്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ട്. വലിയവരാകുമ്പോ അവരുടെ ഗുണമാണ് അവരിൽ നിന്ന് അപാകതകൾ പറ്റി എന്ന് തോന്നല്. നമ്മൾ ആയിരക്കണക്കിന് പാപം ചെയ്താലും ഒരസ്തഗ്ഫിറുള്ള പറഞ്ഞ ശീലമില്ലാത്തവന് നബി തങ്ങൾ 100 അസ്തഗ്ഫിറുള്ള പറഞ്ഞു എന്ന് പറയുമ്പോ 100 തെറ്റെങ്കിലും ചെയ്യാതെ എങ്ങനെയാണിത് എന്ന് ചിന്തിക്കും. അതവന്റെ പോരായ്മയാണ്, റസൂലുള്ളാഹിയുടെ കുറവല്ല. ഈ പറയുന്ന പഹയൻ ഒരുപാട് ഉയരണം അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ, എങ്കിലേ ആ കാര്യം ബോധ്യപ്പെടൂ. ഇത്രമാത്രം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദാസമയത്തും ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ആ ഇസ്തിഗ്ഫാറിന്റെ മറ്റൊരു ഭംഗിയുള്ള പ്രയോഗമാണ് അടുത്ത ദിക്റിൽ വരുന്നത്. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. യാ റബ്ബനാ വഅഫു അന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ രക്ഷകളും നീ ഉറപ്പിച്ചു വെക്കണം. യാ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ രക്ഷിക്കുന്നവനെ എന്ന് വിളിക്കുമ്പോ എന്താ അതിന്റെ ബാക്കി പറയാതെ അവിടെ സങ്കല്പിക്കണം. അതെന്താ? ഞങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങളൊക്കെ നീ ചെയ്തു തരണം, ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണങ്ങൾ മുഴുവനും നീ ഉറപ്പാക്കണം. പടച്ചോനെ, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ റുബൂബിയ്യത്തിന്റെ ഭാഗമായി, സംരക്ഷണത്തിന്റെ ഭാഗമായി, പരിപാലനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് എന്തൊക്കെ നീ തരാൻ കരുതിയിട്ടുണ്ടോ അതൊക്കെ തരണം. യാ റബ്ബനാ വഅഫു അന്നാ, ഞങ്ങളെ തൊട്ട് നീ മാപ്പും നൽകണം അല്ലാഹ്. അതുകൊണ്ടാണ് യാ റബ്ബനാ വഅഫു അന്നാ എന്ന ആ വാവ ഇവിടെ വന്നത്. അതുകൊണ്ടാ യാ റബ്ബനാ എന്ന് പറഞ്ഞെടുത്തൊന്ന് സങ്കല്പിക്കണം. യാ റബ്ബന വഅഫു അന്നാ, പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ ഗുണങ്ങളും നീ ചെയ്തു തരണം. വഅഫു അന്നാ, ഞങ്ങളെ തൊട്ട് മാപ്പാക്കണേ അല്ലാഹ്. വംഹുല്ലദീ കാന മിന്നാ, ഞങ്ങളിൽ നിന്ന് ഉണ്ടായി പോയത് മുഴുവനും സംഭവിച്ചു പോയത് മുഴുവനും നീ മായ്ച്ചു കളയണം അല്ലാഹ്. തൗബയുടെ പരമകാഷ്ഠ പ്രാപിച്ച ഒരു പ്രഖ്യാപനം അല്ലേ? അള്ളാഹുവിലേക്ക് മടങ്ങുന്നു ഒരടിമ മടങ്ങുന്നതിൽ ഏറ്റവും മട്ടമുള്ള ഒരു വാക്കാപ്പാ പറഞ്ഞത്. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ വീഴ്ച ഞങ്ങളെ തൊട്ട് നീ മാപ്പാക്കണം. മാപ്പാക്കിയാ പോരാ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചത് നീ മായ്ച്ചു കളയണം. രണ്ടും മാറ്റമുണ്ടേ. പടച്ചോനെ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ തൽക്കാലം അത് കണ്ടില്ല എന്ന് വെക്കണേന്നാ അതിന്റെ അർത്ഥം. മറച്ചു വെക്കണം. പക്ഷെ മറച്ചു വെച്ചത് കൊണ്ട് ചിലപ്പോ ആ മറം കണ്ട് നീക്കിയാൽ അത് വീണ്ടും കാണും. പോരാ, അത് റെക്കോർഡിന്ന് മായ്ച്ചങ്ങ് കളയണം. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. എത്ര നല്ല മന്ത്രോച്ചാരണങ്ങളാണ് ഇതൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റുകളൊക്കെ പലപ്പോഴും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉരുവിട്ടിരുന്നു. തൗബയുടെ വചനങ്ങള് യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. നേരത്തെ പറഞ്ഞ തൗബയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് എന്നതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് ഞങ്ങളോട് പറഞ്ഞു, സല്ലല്ലാഹൽ മഗ്ഫിറത വൽ ആഫിയ. അല്ലാഹുവിനോട് നിങ്ങൾ മഗ്ഫിറത്ത് ചോദിക്കണേ, അല്ലാഹുവിനോട് നിങ്ങൾ ദേഹസുഖം ചോദിക്കണേ.
എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആ മഗ്ഫിറത്ത് ചോദിക്കല്ലേ ഇവിടെ ചെയ്യുന്നത്. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. വെള്ളിയാഴ്ച ദിവസത്തിലൊരു സമയമുണ്ട്. അന്നൊരു മുസ്ലിം എന്ത് ചോദിച്ചാലും പടച്ചോൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റ് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമാദാ അസ്അൽ. നബിയെ, വെള്ളിയാഴ്ചയിലെ ഈ പ്രധാനപ്പെട്ട സമയത്ത് തങ്ങളെ ഞാൻ ചോദിക്കേണ്ട അതിപ്രധാനമായ വിഷയം എന്താണ്? ചോദിക്കാനും നബി തങ്ങൾ പഠിപ്പിച്ചു തരണം. എനിക്കത് അറിഞ്ഞൂടെ തങ്ങളെ, ഒന്ന് പറഞ്ഞു തരൂ, ഞാൻ എന്താ ചോദിക്കേണ്ടത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇസ്അലില്ലാഹ അൽ ആഫിയത ഫിദ്ദീനി ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നീ ആഫിയത്ത് ചോദിച്ചോളണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ആഫിയത്ത് എന്ന് പറഞ്ഞതിൽ അഫ്വ് അടക്കം ഉൾപ്പെടുന്നതാണെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുന്നു. ആഖിറത്തിലും ആഫിയത്ത് തരിക, ദുനിയാവിലും ആഫിയത്ത് തരിക. ആഖിറത്തിൽ ആഫിയത്ത് ഉണ്ടാവണമെങ്കിൽ ദുനിയാവിൽ ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എനിക്ക് മായ്ച്ചു തരണം, എന്റെ റിക്കാർഡ് വൃത്തിയാവണം, അല്ലെങ്കിൽ ആഖിറത്തിൽ എനിക്കൊരിക്കലും ആഫിയത്ത് ലഭിക്കുകയില്ല. യാ റബ്ബനാ വഅഫു അന്നാ വംഹുല്ലദീ കാന മിന്നാ. ഓടിച്ചു പോകുകയാണെന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതാണ്. ഇന്ന് കുറച്ചിങ്ങനെ ചെയ്യേണ്ടി വരും, എന്നെങ്കിലേ നമുക്ക് വിഷയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോഴും നമ്മൾ എത്തിയ 12ാമത്തെ ദിക്റിലേക്കാ. ഇനി നാളത്തെ ഒരു ദിവസമുള്ള നാളെ താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ഉസ്താദും എല്ലാവരും കൂടെ വരികയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് നാളത്തെ സദസ്സിന്റെ പ്രോട്ടോകോൾ എന്ന് എനിക്കിന്ന് പ്രവചിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് പരമാവധി കുറച്ച് ദിക്റുകൾ അങ്ങ് നീങ്ങി കിട്ടിയാൽ സുഖമാണ്, സൗകര്യമാണ് എന്ന് കരുതിയിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ അവസാനിപ്പിക്കും പോലെ തന്നെ ഒരു 1/4 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കും. അതുവരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. യാദൽ ജലാലി വൽ ഇക്റാം മിത്ന അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വൽ ഇക്റാം മിത്ന അലാ ദീനിൽ ഇസ്ലാം. യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം. പ്രൗഢിയും ഔദാര്യവുമുള്ള റബ്ബേ. യാദൽ ജലാലി വൽ ഇക്റാം. പ്രൗഢിയും ഔദാര്യവുമുള്ള റബ്ബേ. യാദൽ ജലാലി വൽ ഇക്റാം മിത്ന അലാ ദീനിൽ ഇസ്ലാം. പടച്ചവനെ, ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. എന്താ ഇപ്പൊ ഈ ദുആ? ഒന്ന് യാദൽ ജലാലി വൽ ഇക്റാം എന്ന് വിളിച്ചിട്ട് അല്ലാഹുവിനെ അഭിസംബോധന ചെയ്തു. രണ്ടാമത്തേത് മരിക്കുമ്പോ ഈമാനോട് കൂടെ മരിപ്പിക്കണേ എന്നും പറഞ്ഞു. മിത്ന അലാ ദീനിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മരിപ്പിക്കണേ എന്നല്ല കേട്ടോ. ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ മരിപ്പിക്കണേ അപ്പം തന്നെ മരിപ്പിക്കണം എന്നല്ല എന്റെ അർത്ഥം. മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിപ്പിക്കണം. ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഹുസ്നുൽ ഖാത്തിമ, സൂഉൽ ഖാത്തിമ, നല്ല അന്ത്യം, മോശപ്പെട്ട അന്ത്യം. ഇത് അങ്ങേയറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ടയും അങ്ങേയറ്റം നാം ആശങ്കപ്പെടേണ്ടയും രണ്ട് സംഗതികളാണ്. നല്ലൽക്ക് മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം, ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. എത്ര മഹാദോഷിയും നല്ല നിലക്ക് മരിക്കാം. എത്ര വലിയ ഇബാദത്തുള്ള ആളും അവസാനം വളരെ മോശപ്പെട്ട മരണത്തിലേക്ക് പോകും ചെയ്യാം. അപ്പോ ഈ ദുആഇന് എത്ര മഹത്വമുണ്ട് അങ്ങനെ പറയുമ്പോൾ. അതും തന്നെ 7 വട്ടം അല്ലെ, എല്ലാം 3 വട്ടാണ്. പക്ഷെ യാദൽ ജലാലി വൽ ഇക്റാം മിത്ന അലാ ദീനിൽ ഇസ്ലാം 7 വട്ടം പറയണം. എന്താ അത് 7 വട്ടം പറയണം എന്ന് പറയാൻ കാരണം? അത് ആ വിഷയത്തിന്റെ ഗൗരവവും കണക്കിലെടുത്താം. ഒന്ന് യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകം പറഞ്ഞൊരു ദിക്റാണ്. അലിയല്ലാഹു ബിയാദൽ ജലാലി വൽ ഇക്റാം. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയല്ലാഹു ബിയാദൽ ജലാലി വൽ ഇക്റാം, നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന ഈ ദിക്റിൽ നിങ്ങൾ അല്ലിപ്പിടിക്കുക. അത് മുറുകെ പിടിച്ചോ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകണ്ട. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു
തന്റെ അദ്കാറിൽ. ഈ ഹദീസ് കൊണ്ടുവന്നതിന്റെ ശേഷം, ഈ അദ്കാറിൽ ഇത് കൊണ്ടുവന്നതിന്റെ ശേഷം അലിളു ബിയാദൽ ജലാലി വൽ ഇക്റാം എന്ന ഹദീസ് കൊണ്ടുവന്നതിന് ശേഷം അലിളു എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം മഹാനവറുകൾ വിശദീകരിക്കുന്നു. ഇൽസമു ഹാദിഹി ദഅവ, ഈ പ്രാർത്ഥന നിങ്ങൾ ലാസിമാക്കുക, നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കുക. യാദൽ ജലാലി വൽ ഇക്റാം, ഇത് വിട്ടുകളയണ്ട, ഇതാണ് നിങ്ങളുടെ പിടിവള്ളി. യാദൽ ജലാലി വൽ ഇക്റാം, ഇതാണ് നിങ്ങളുടെ പിടിവള്ളി. അലിളു ബിയാദൽ ജലാലി വൽ ഇക്റാം വഅക്സിറു മിൻഹാ, അത് ധാരാളം തവണ നിങ്ങൾ പറയുകയും വേണം. ഇതാണ് അലിളു ബിയാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റിനെ പിടിവള്ളിയായി കണ്ട് ധാരാളം തവണ നിങ്ങൾ ആവർത്തിച്ച് ഈ മന്ത്രോച്ചാരണം ഉരുവിടുക. ഇതായി ആകത്തുക. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ആകത്തുക അലിളു ബിയാദൽ ജലാലി വൽ ഇക്റാം. അപ്പൊ കുറെ തവണ പറയണമെന്ന് പറയുമ്പോ എല്ലാം 3 തവണ ചൊല്ലിയ സ്ഥിതിക്ക് 7 വട്ടം ചൊല്ലിയിട്ട് ഒരുപാട് തവണ ചൊല്ലി എന്ന പ്രതീതി ഉണ്ടാക്കി തീർക്കുന്നു. അതെങ്ങനെയാ? 7 വട്ടം ചൊല്ലിയാല് ഒരുപാട് തവണ ചൊല്ലി എന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? അറബികളുടെ അടുത്ത് 7 എന്ന ആ അക്കം, 7 എന്ന് പറയുന്ന സംഖ്യ വളരെ കൂടുതൽ എന്ന ഉദ്ദേശത്തിൽ പലപ്പോഴും പറഞ്ഞിരുന്നു. അതിൽപ്പെട്ടതാണ് അറബികളുടെ ഒരു വാക്ക് സബ്ബഹ അല്ലാഹു അലൈക്കൽ ഖൈർ. സബ്ബഹ അല്ലാഹു അലൈക്കൽ ഖൈർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ഖൈറുകളെ വർഷിപ്പിച്ചു തരട്ടെ, ധാരാളം നൽകട്ടെ എന്ന അർത്ഥത്തിന് സബ്ബഹ അല്ലാഹു അലൈക്കൽ ഖൈർ എന്ന് പറയാറുണ്ട്. 7 തവണ അനുഗ്രഹം നൽകട്ടെ എന്നാണ് നേരെ അതിന്റെ അർത്ഥം. പക്ഷെ അതിന്റെ ഉദ്ദേശ്യം അധികരിപ്പിച്ചു തരട്ടെ എന്നാണ്. അപ്പോ 7 എന്ന് പറയുന്നത് ഒരുപാട് തവണ എന്നതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ശബ്ദമായിട്ട്, ഒരു അക്കമായിട്ട്, ഒരു സംഖ്യയായിട്ട് അറബികൾ കണ്ടിരുന്നെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. 7 തവണ തന്നെ. പിന്നെ 7കൾ അത് വലിയൊരു ലോകമാണ്, 7കളുടെ ലോകം. അത് പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം അത് പറയാനുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത്, നമ്മുടെ വർത്തമാനകാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ ഇതേക്കുറിച്ചൊരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട്. ബുസ്താനുസ് സബഅ, സപ്തങ്ങളുടെ മലർവാടി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കോടമ്പുഴ ബാവ ഉസ്താദ് ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. സപ്തങ്ങളുടെ മലർവാടി, 7കളുടെ മലർവാടി. നേരെ അതിന്റെ അർത്ഥം അതാണ്. ബുസ്താനുസ് സബഅ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഇങ്ങനെ വിശദീകരിക്കാം. 7 കൊണ്ട് തുടങ്ങിയ കുറെ സംഗതികൾ, എല്ലാ സംഗതികളും 7ൽ അവസാനിക്കുന്ന കുറെ സംഗതികളുണ്ട്. അതിലിങ്ങനെ എണ്ണി പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, അത് പറയാനൊരുങ്ങിയാൽ കുറെ പറയാം. ബാങ്ക് കൊടുക്കുന്നവന്റെ ബാങ്കിന്റെ ഷർത്തുകൾ 7, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ 7ആയിട്ട് അതിൽ എണ്ണിയതായിട്ട് നമുക്ക് കാണാം. നരകത്തിന്റെ തട്ട് 7, എന്നാ സ്വർഗത്തിൻ്റെത് 8ആണ്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ഗളബിനേക്കാൾ ഒരു പടി എപ്പോഴും മുമ്പിൽ നിൽക്കണം. അതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ 8, അതേസമയം നരകം 7. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വേർതിരിച്ചിട്ട് പറഞ്ഞത് കാണാം. അപ്പൊ 7ആയിട്ട് ബന്ധപ്പെട്ട് കുറെ ചർച്ചകളുണ്ട്. ഒരു കിതാബ് മുഴുവൻ അദ്ദേഹം രചിച്ചതിന് വേണ്ടിയാണ്. അതിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ സമയം ആ വഴിക്ക് പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നത് ഈ 7 വട്ടം, ഒരുപാട് വട്ടം എന്നതിനെ പ്രതിനിധാനം ചെയ്യുന്ന 7 എന്ന സംഖ്യ കൊണ്ട് ഈ യാദൽ ജലാലി വൽ ഇക്റാം മിത്ന അലാ ദീനുൽ ഇസ്ലാം എന്ന ദിക്റിനെ ക്രമീകരിച്ചത് എന്തുകൊണ്ടാണ്? അത് ഒന്ന് ചോദിക്കുന്ന വിഷയം ഹുസ്നുൽ ഖാത്തിമത്താണ്, ഈമാൻ കിട്ടി മരിപ്പിക്കണേന്നാണ്. ഒന്ന് ചോദിക്കപ്പെടുന്ന കാര്യത്തിന്റെ ഗൗരവം ആലോചിച്ചിട്ട്, മറ്റൊന്ന് വിളിക്കുന്നത് യാദൽ ജലാലി വൽ ഇക്റാം എന്നാണ്. അത് കുറെ വട്ടം വിളിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. കണ്ടില്ലേ നിങ്ങൾ? എല്ലാവർക്കും അറിയാലോ. എന്താ? ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുമ്പോൾ അത് കൊണ്ടുവരാന്ന് പറഞ്ഞ സദസ്സിലുള്ള ഇൽമുള്ള ഒരു പണ്ഡിതൻ, ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, നിങ്ങളുടെ കണ്ണടക്കുന്നതിന്റെ മുമ്പ് തങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞു. ശക്തനായ മല്ലനായ ഇഫ്രീത്തു മിനൽ ജിൻ, അല്ലേ? ഇഫ്രീത്ത്
അവൻ അത് പറഞ്ഞപ്പോ ജിന്ന് വർഗത്തിൽപ്പെട്ട മല്ലനായ ഒരാള് തങ്ങൾ ഇവിടുന്ന് എഴുന്നേൽക്കും മണിക്കൂറുകൾക്കുള്ളിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരാള് അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച വളരെ മഹാനായ ഒരു വലിയ എഴുന്നേറ്റിട്ട് പറഞ്ഞു, തങ്ങൾ കണ്ണ് ഇമ വെട്ടി എഴുന്നേൽക്കുന്നതിനും ചിമ്മി എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടിരുന്നു. ഈ പറഞ്ഞയാള് അയാള് എന്തായിരുന്നു ഇതിന് കാണിച്ചിരുന്ന വിദ്യ? മുജാഹിദ് റളിയല്ലാഹു അൻഹു, മുഖാത്തിൽ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ പറഞ്ഞു, അന്നഹു കാന ദഅബി അദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് അയാൾ അത് കൊണ്ടുവരുന്നത്. ഞൊടിയിട കൊണ്ട് അവിടെ ഹാജരാക്കിയത് യാദൽ ജലാലി വൽ ഇക്റാമിന്റെ മഹത്വമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് യാദൽ ജലാലി വൽ ഇക്റാം മിഥ്ന അലാ ദീനിൽ ഇസ്ലാം, അവിടെ നമ്മുടെ ഏട്, ഇവിടെ നൽകപ്പെട്ട ഏട്, ആ നൽകപ്പെട്ട ഏടിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അമിഥ്ന അലാ ദീനിൽ ഇസ്ലാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചപ്പോ ആ കാര്യം പറയാണ്. അപ്പൊ ഇവിടെ ഈ അമിഥ്ന അലാ ദീനിൽ ഇസ്ലാം, കാരണം അറബി ഗ്രാമർ പ്രകാരം ശരിക്ക് വരേണ്ടത് അമിഥ്ന എന്നത് തന്നെ. അമിഥ്ന എന്നതാണ് അറബി ഗ്രാമർ പ്രകാരം ശരിക്ക് വരേണ്ടത്. ഈ ഒരു ചർച്ച വരാൻ കാരണം ഞാൻ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത്. മാത്രമല്ല ബഹുമാനപ്പെട്ടവരുടെ പേരക്കുട്ടി എഴുതിയ ഷർഹിലും ഉള്ളത് മിഥ്ന അലാ ദീനിൽ ഇസ്ലാം എന്നാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ മനഃപ്പാഠമാക്കി വെച്ചതും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വന്നു എന്നുള്ളൂ. ഇതേ സംബന്ധിച്ച് രണ്ട് രൂപത്തിലും ഉണ്ട്. അമിഥ്ന എന്നുമുണ്ട്, മിഥ്ന എന്നുമുണ്ട്, രണ്ടും ഉണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടും ചൊല്ലിയാൽ തെറ്റല്ല എന്നർത്ഥം. അമിഥ്ന എന്നും പറയാ, മിഥ്ന എന്നും പറയാ. രണ്ടും പറഞ്ഞുവെങ്കിൽ അത് കുഴപ്പമുള്ള സംഗതിയല്ല. സാഹിബുർ റാത്തിബിന്റെ ഹദ്ദാദില് ഇങ്ങനെ മിഥ്ന അലാ ദീനിൽ ഇസ്ലാം എന്ന് തന്നെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗം ഇവിടെ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതേസമയം അമിഥ്ന അലാ ദീനിൽ ഇസ്ലാം അങ്ങനെയും ചൊല്ലാം, അതിന് കുഴപ്പമില്ല. അതിനെക്കുറിച്ച് കുറെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നഹ്വ് പണ്ഡിതന്മാരുടെ ഗ്രാമർ വിശദീകരിക്കുന്നവർ പറയുന്നത് അമിഥ്ന എന്ന ആ ഭാഗം തന്നെ വരണം. അതേസമയം മിഥ്ന എന്ന് വന്നെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ശൈലിയുണ്ട്. അത് അംഗീകരിക്കപ്പെട്ട ഒരു ഗ്രാമറിക്കൽ തിയറി അല്ല, തത്വമല്ല എന്ന കാരണം കൊണ്ടാണ് പലരും അമിഥ്ന എന്ന് ചൊല്ലി വന്നത്. ഒരു പക്ഷേ സാഹിബുർ റാത്തിബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ആ ഭാഷ വളരെ വിദൂരമായ ഒരു ഭാഷയാണെങ്കിലും ആ ഭാഷ പിടിച്ചിട്ടായിരിക്കാം ചൊല്ലിയത്. അതുകൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ടവരുടേത് മിഥ്ന എന്ന് വരാൻ കാരണം. അതുകൊണ്ട് അത് തന്നെ ഏറ്റു ചൊല്ലുക എന്ന നിലക്ക് മിഥ്ന അലാ ദീനിൽ ഇസ്ലാം എന്നും ചൊല്ല, അല്ലെങ്കിൽ അമിഥ്ന എന്നും പറയാ. രണ്ട് പറഞ്ഞാലും അർത്ഥം ഞങ്ങളെ മരിപ്പിക്കണേ എന്നാണ്. അമിഥ്ന അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം, അമിഥ്ന അലാ ദീനിൽ ഇസ്ലാം അല്ലെങ്കിൽ മിഥ്ന അലാ ദീനിൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. അപ്പൊ ഈ ദിക്റിന് വളരെ മഹത്വമുണ്ട്, വളരെ ബഹുമാനമുള്ള സംഗതിയാണ്. ആ ബഹുമാനമുള്ള സംഗതിയാണ് എന്നതുകൊണ്ടാണ് ഇത് 7 തവണ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ കാരണം. ആലോചിക്കണം നിങ്ങൾ. അന്ത്യം മോശമായി മരിക്കാന്ന് പറഞ്ഞത് ഒന്നിരിക്കൽ മുൻഗാമികളെ കുറ്റം പറയണം എങ്കിൽ അന്ത്യം മോശമായി മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബഹുമാനിക്കപ്പെടേണ്ടതിനെ ആദരിക്കപ്പെടേണ്ടതിനെ ബഹുമാനിക്കാതെ ആദരിക്കാതെ മാറി നിന്നാലും അന്ത്യം മോശമായിട്ട് ഭവിച്ചേക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മാറി നിൽക്കണം. ദുആ ചെയ്താൽ മാത്രം പോരാ, അന്ത്യം മോശമാകുന്ന കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നും കൂടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയട്ടെ. പിശാച് ഒരിക്കൽ ആ പിശാചിനെ നടുവൊടിഞ്ഞവനായിട്ട്, മുഖറബീങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നടുവൊടിഞ്ഞവനായിട്ട് പിശാചിനെ കാണുന്നു, ഇബ്ലീസിനെ കാണുന്നു. അവനോട് ചോദിച്ചു, എന്താ മോനെ നിന്റെ നടുവൊടിയാൻ കാരണം? എന്തേ നിന്റെ നട്ടല്ലൊടിഞ്ഞിരിക്കുന്നത്? നിന്റെ നട്ടല്ലൊടിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ആ പിശാച് അന്ന് കൊടുത്ത മറുപടി മുഖറബീങ്ങളായ ചില ആളുകളോട്, പിശാച്
നേരിട്ട് അവർ പിശാചിനെ കണ്ട് സംസാരിക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഞാൻ വെറുതെ പറയല്ല. ഇഹ്യാ ഉലൂമിദ്ദീനിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ സംഭവം ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഖൗലുൽ അബ്ദി അസ്അലുക ഹുസ്നൽ ഖാതിമ. പടച്ചോനെ, എനിക്ക് നീ ഹുസ്നുൽ ഖാതിമത്ത് തരണേ, ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ എന്നെ പെടുത്തണേ എന്ന് ഒരടിമ ദ്വാരക്കുന്നത്, അതാണ് എന്റെ നട്ടല്ലൊടിച്ച് കളഞ്ഞത്. അത് എനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. അത് ദ്വാരന്നിട്ടില്ലെങ്കിൽ അവൻ എങ്ങനെയാ വേണ്ടതെങ്കിൽ എനിക്ക് ഒതുക്കിക്കളയായിരുന്നു. അതിന് കഴിയുന്നില്ലല്ലോ, അതാണ് എന്റെ ബേജാറ് എന്ന് അവൻ പറഞ്ഞു. ഇതുകൊണ്ടാണ് ആരിഫീങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു, ഉൻദുർ കുല്ലു ശൈഇൻ തുഹിബ്ബു അൻ യഅതിയകൽ മൗത്ത് വഅൻത അലൈഹി ഫൽസംഹു വകുല്ലു ശൈഇൻ തക്റഹു അൻ യഅതിയകൽ മൗത്ത് വഅൻത അലൈഹി ഫജ്തനിബ് ഫതഅമ്മൽ. എന്താണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറഞ്ഞത്? ഒരു സംഗതി നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം ആസന്നമാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ സംഗതി ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫൽസംഹു, ആ സംഗതി നീ ലാസിമാക്കിക്കോ, നിർബന്ധമാക്കിക്കോ, അത് ഒരിക്കലും ഒഴിവാക്കണ്ട. അപ്പൊ എന്താ, നല്ല നിലക്ക് മരിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ശരിക്കും ചിന്തിക്കാം. അപ്പൊ അതിനെന്ത് ചെയ്യണം? നല്ല നിലക്ക് മരിക്കുക, അതിനുള്ള അവസരങ്ങൾ നീ സൃഷ്ടിക്കണം എന്നാണ് ആരിഫീങ്ങൾ പറയുന്നത്. ദ്വാരക്കും വേണം. പിന്നെ ഏത് അവസ്ഥയുടെ മേൽ നീ മരിക്കാൻ താല്പര്യപ്പെടുന്നു, അപ്പോ അതേ അവസ്ഥയിലായിരിക്കാൻ എപ്പോഴും നീ നോക്കാം. അപ്പൊ വേണ്ടാത്തരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. കള്ളും ഷാപ്പ് പോണ്ട, വേശ്യാലയത്തിൽ പോവണ്ട, ഗീബത്തും നമീമത്തും കളവും പറയണ്ട. കാരണം ഒരു എഗ്രിമെന്റും നമുക്കില്ലല്ലോ. ഏത് സമയത്തും മരണം വന്നൂടെ. ആ ഗീബത്ത് പറയുമ്പോഴായാൽ അപ്പൊ വേഗം ഒഴിവാക്കിക്കളാ. കള്ളു കുടിക്കുമ്പോഴായാൽ വേഗം ഒഴിവാക്കിക്കാളാ. വ്യഭിചരിക്കുമ്പോൾ മരണം വന്നാൽ വേണ്ട, അത് ഒഴിവാക്കിക്കാളാ. ഏത് സമയത്തും വരാ. അതേസമയം നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, ഖുർആൻ ഓതുക, നല്ലത് പറയാ, ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുക, അതിൽ സംഘടിക്കുക, വഅദ് പറയുക, കേൾക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. എന്നാൽ എങ്ങനെ മരിച്ചാലും നമുക്ക് ഖൈറായിട്ട് മരിക്കാൻ കഴിയും. അല്ലാഹു നല്ല ഒരു സമയത്ത്, നല്ല ഒരു സ്ഥലത്ത്, ഇത് വളരെ ആത്മാർത്ഥമായ ഒരു ദുആ ആയിട്ട് കാണണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. കാരണം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ 7 വട്ടം ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ പഠിപ്പിച്ച കേസാണ് നല്ലൽക്ക് മരിക്കുക എന്നുള്ളത്. പടച്ചോനെ, നല്ല ഒരു നേരത്ത്, നല്ല ഒരു സ്ഥലത്ത്, നല്ലതുമായി ബന്ധപ്പെട്ടു നിൽക്കുമ്പോൾ മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ സഹായിച്ചവർ, പടച്ചവനെ ഈ സദസ്സിനെ സഹായിച്ചവർ, ഈ സദസ്സിനോട് കൂറ് പുലർത്തിയവരാരൊക്കെയുണ്ടോ അവർക്ക് മുഴുവനും ഈ മഹാഭാഗ്യം നീ നൽകണം റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, അതുപോലെ പരിചയക്കാരൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, സുജൂദില് മരിച്ചു പോയവരുണ്ട്, ദർസ് നടത്തുമ്പോ മരിച്ചു വീണവരുണ്ട്, വഅദ് പറഞ്ഞുകൊണ്ടിരിക്കെ മരിച്ചു വീണവരുണ്ട്. പടച്ചവനെ റഹ്മാനായ റബ്ബേ, ജുമുഅക്ക് സുജൂദിൽ കിടന്ന് മരിച്ച ഒരാളെ പറ്റി എനിക്കറിയാം. പടച്ചവനെ, അങ്ങനെയുള്ള നല്ല മരണങ്ങളായിരിക്കണം റബ്ബേ മരിക്കുന്ന സമയത്ത് നീ ഞങ്ങൾക്ക് നൽകേണ്ടത്. പടച്ചവനെ, ദീർഘായുസ് നൽകണം റഹ്മാനേ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മിത്ന അലാ ദീനുൽ ഇസ്ലാം എന്ന് ദുആ ചെയ്യുമ്പോൾ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങളെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞത് മരിക്കാൻ കൊതിക്കലല്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. കാരണം മരണത്തെ വെറുക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. മരണത്തെ വെറുക്കൽ മനുഷ്യ സഹജമാണ്. മരണത്തെ വെറുക്കൽ മനുഷ്യ സഹജമായ ഒരു സംഗതിയാണ്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, കറാഹിയത്തുൽ മൗത്ത് അംറുൻ തബീഇയ്യുൻ, അത് മനുഷ്യ സഹജമാണ്, അത് പ്രകൃതിപരമായിട്ടുള്ള ഒരു സംഗതിയാണ് ട്ടോ. ഏത് മരണത്തെ വെറുക്കുക എന്ന് പറഞ്ഞത്, അത് പ്രകൃതിപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ മരണത്തെ വെറുക്കുക എന്നുള്ള പരിപാടി മരണത്തെ ആരും കൊതിക്കൂല. അതുകൊണ്ടാണ് നമ്മൾ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തത്. മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കുക, അതാണ് നമ്മൾ ചോദിക്കേണ്ടതും. അല്ലാതെ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് അതാ ഒരു ഹദീസ് വായിക്കുന്നു. അത് കേൾക്കാനിടയായി ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. എന്താ റസൂലുള്ളാഹി വായിച്ചത്? മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹ്.
വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ഒരാൾ അല്ലാഹനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അഹബ്ബ അല്ലാഹു ലിഖാഅഹു, അയാളെ കാണാൻ അല്ലാഹുക്കും താല്പര്യമാണ്. അല്ലാഹനെ കാണാൻ മോഹിക്കുന്നവനെ തിരിച്ചിങ്ങോട്ടും കാണാൻ അല്ലാഹുവിന് താല്പര്യമാണ്. എന്ന് പറഞ്ഞാൽ മരിക്കാൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു അയാളെ കാണാൻ കൊതിക്കുന്നു എന്നാണല്ലോ അതിന്റെ ഒരാശയം. വമൻ കരിഹ ലിഖാ അല്ലാഹ്, അല്ലാഹനെ കണ്ടുമുട്ടുന്നത് ആരാണോ വെറുക്കുന്നത് എന്ന് പറഞ്ഞാൽ മരിക്കാന്ന് പറഞ്ഞത് വെറുപ്പാകുന്ന മനുഷ്യന്മാര്, ആ മനുഷ്യന്മാർ കരിഹല്ലാഹു ലിഖാഅ, അവനെ കാണാൻ അള്ളയും വെറുക്കും. പാഹയ എന്റെ മുമ്പ് വരണ്ട, എനിക്ക് എന്നെ കാണണ്ട എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് പേടിയായി. കാരണം ആയിഷ ബീവി എഴുന്നേറ്റിട്ട് പറഞ്ഞു, കുല്ലുനാ നക്റഹുൽ മൗത യാ റസൂലല്ലാഹ്, നബി എങ്ങനെയാണെങ്കിൽ കാര്യം അപകടമാണല്ലോ, കാരണം ഞങ്ങൾക്കൊക്കെ മരണത്തോട് വെറുപ്പാ. ലിഖാഉള്ള മോഹിച്ചവർക്കേ ലിഖാഉള്ള കിട്ടുള്ളൂ. എന്നാ ഞങ്ങൾ ലിഖാഉള്ളനെ വെറുക്കാണല്ലോ, മരണത്തെ ഞങ്ങൾ വെറുക്കാണല്ലോ നബിയെ ചെയ്യുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ പറഞ്ഞത് തിരിഞ്ഞില്ല, വിശദീകരിക്കാം. ഇന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗത്ത്, ജീവിതകാലത്ത് മരണത്തെ ആഗ്രഹിക്കുന്നല്ല. എന്ത് മിത്നാലാദീൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മരിപ്പിക്കാൻ വേണ്ടിയുള്ള ദുആ അല്ലാന്ന് ഞാൻ പറഞ്ഞതിന് തെളിവ് പറയാം. ജീവിതകാലത്ത് മരണത്തെ ഒരു മനുഷ്യൻ കൊതിക്കുന്നല്ല, കൊതിക്കൂല. അത് മനുഷ്യ സഹജ, മരണത്തെ വെറുക്കുക എന്ന് പറഞ്ഞു. മനുഷ്യ സഹജമാണ് മരണത്തെ വെറുക്കുക എന്നുള്ള കേസ്. പിന്നെന്താ അതിന്റെ അർത്ഥം? മരണമാസന്നമായി കഴിഞ്ഞാൽ, മൂമിനായ മനുഷ്യൻ, യഥാർത്ഥ വിശ്വാസിക്ക് മരണമാസന്നമായാൽ യുബശ്ശറു ബിറഹ്മത്തില്ലാഹ്, അള്ളാഹു അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങള് അവന് സുവിശേഷം നൽകപ്പെടും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. മോനെ ഒരു ബേജാറ് വേണ്ടട്ടോ, എനിക്ക് മരിച്ചാൽ കിട്ടാനുള്ളത് അത് ഹൂറുല്ലീങ്ങളും സ്വർഗത്തിന്റെ ചിത്രവും അതാണ്ട് കാണിച്ചു കൊടുക്കുമ്പോ ആ സ്പോട്ടിൽ അവൻ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കും. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥട്ടോ.